ഇന്ന് രാത്രികാലം തുടർന്നുള്ള സമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഞാൻ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങളെ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് കൊണ്ടുപോകാം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിച്ചുകൊണ്ട് ചുരുങ്ങിയ ചില സമയങ്ങൾ ദൈവവചനത്തെ ധ്യാനിക്കാം. റോമാലേഖനം 15-ാം അധ്യായം 7-ാം വാക്യം. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവേൻ. എന്നോട് ചേർന്ന വാക്യത്തെ ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവേൻ. ലോകം ഇന്ന് ഏറ്റവും പകയുടെയും വൈരാഗ്യത്തിൻ്റെയും തീക്ഷ്ണമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. ഇവിടെയാണ് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നത്: നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളുന്നവരായിരിപ്പീൻ, നിങ്ങൾ അന്യോന്യം അംഗീകരിക്കുന്നവരായിരിപ്പീൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിപ്പീൻ. യേശു കർത്താവിൻ്റെ നിയമം 2 നിയമങ്ങൾ മാത്രമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ 10 നിയമങ്ങളും 300-ലധികം ഉപകൽപ്പനകളും അവനുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാറ്റിനെയും കൂടെ യേശു ചുരുക്കി 2 കൽപ്പനകളായി മാറ്റിത്തീർത്തു. അതിൽ 1-ാമത്തെ കൽപ്പന, ഒരു മനുഷ്യൻ ദൈവത്തെ, അവൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടെ അവൻ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. 2-ാമത്തെ കൽപ്പന, അവൻ കൂട്ടുകാരനെ, അയൽക്കാരനെ, സഹജീവിയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ളതാണ്. 1-ാമത്തെ കൽപ്പന സ്നേഹിക്കണമെന്നുള്ളതാണ്. 2-ാമത്തെ കൽപ്പന സ്നേഹിക്കണമെന്നുള്ളതാണ്. കർത്താവിൻ്റെ കൽപ്പന അങ്ങനെയെങ്കിൽ ആകെ ഒരൊറ്റ കൽപ്പനയേ ഉള്ളൂ. എന്താണ് കർത്താവിൻ്റെ കൽപ്പന? സ്നേഹിക്കണം എന്നുള്ളത് മാത്രം. ആ സ്നേഹത്തെ 2 തലത്തിൽ പഠിപ്പിക്കുകയാണ്. 1, നിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കണം. 2, നിൻ്റെ സൃഷ്ടാവ് സൃഷ്ടിച്ച നിൻ്റെ സഹജീവികളായിരിക്കുന്ന മനുഷ്യനെ നീ സ്നേഹിക്കണം എന്ന് പറയുകയാണ്. സ്നേഹത്തിൻ്റെ 2 മാർഗങ്ങൾ: 1, ദൈവത്തെ സ്നേഹിക്കുക; 2, മനുഷ്യനെ സ്നേഹിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പനയെ ഉദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ അപ്പോസ്തലനായിരുന്ന 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ശുശ്രൂഷകനായിരുന്ന വിശുദ്ധ പൗലോസ് ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്: നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. ഇന്നും ലോകത്തിൽ സ്നേഹത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നവരും സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നവരുമുണ്ട്. എന്നാൽ എങ്ങനെ ഒരു മനുഷ്യന് പരസ്പരം സ്നേഹിപ്പാൻ കഴിയും? അന്യോന്യം കൈക്കൊള്ളുവീൻ, അന്യോന്യം അക്സെപ്റ്റ് വൺ അനദർ, റിസീവ് വൺ അനദർ, ലവ് വൺ അനദർ. ഒരുവന് മറ്റൊരുവനെ എങ്ങനെ അംഗീകരിപ്പാനും ഉൾക്കൊള്ളുവാനും കഴിയും? ഇന്ന് ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നിൽക്കുന്നവർ പോലും പല ഗ്രൂപ്പുകളായി തിരിയുമ്പോൾ ഒരേ ആശയത്തിനകത്ത് നിന്നിട്ട് പോലും പരസ്പരം എന്തു ചെയ്യാൻ കഴിയുന്നില്ല? പരസ്പരം അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഒരേ രാഷ്ട്രത്തിൽ തന്നെ ഒരേ രാജ്യക്കാരായി നിന്നിട്ടും എന്ത് സാധിക്കുന്നില്ല? സംസ്ഥാനത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ വർഗീയ ലഹളകളും ജാതീയ കലഹങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യന് പരസ്പരം സ്നേഹിപ്പാൻ കഴിയുന്നില്ല. എന്തിനേറെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സഹോദരങ്ങൾക്ക് പോലും പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല. എവിടെയാണ് പ്രശ്നം? ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാകണം. ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. ആകയാൽ മനുഷ്യൻ്റെ അകത്ത് പക, മനുഷ്യൻ്റെ അകത്ത് പിണക്കം, മനുഷ്യൻ്റെ അകത്ത് കോപം, ഇവ ഉണ്ടാകുന്നതിൻ്റെ കാരണം അവൻ്റെ അരക്ഷിതത്വ ബോധമാണ്. എവിടെയോ അവൻ തള്ളപ്പെട്ടു, എവിടെയോ അവൻ ഒറ്റപ്പെട്ടു, എവിടെയോ അവൻ വഞ്ചിക്കപ്പെട്ടു. ഈ തോന്നലിൽ നിന്നാണ് മനുഷ്യൻ പരസ്പരം പകയ്ക്കുവാനും കോപിക്കുവാനും ദ്വേഷിക്കുവാനും തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. ആകയാൽ ഞാൻ കൈക്കൊള്ളപ്പെട്ടവനാണ് എന്നുള്ള തോന്നലുള്ളവന് മാത്രമേ എന്തു ചെയ്യാൻ കഴിയത്തുള്ളൂ? മറ്റൊരുവനെ കൈക്കൊള്ളുവാൻ കഴിയത്തുള്ളൂ. ഞാൻ അംഗീകരിക്കപ്പെട്ടവനാണെന്നുള്ള തോന്നൽ എന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വേറെ ഒരാളെ അംഗീകരിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ വഞ്ചിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയത്തില്ല. ഞാൻ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് എൻ്റെ
അന്തരംഗം പറയുമ്പോൾ എനിക്ക് മറ്റൊരുവനെ സ്നേഹിപ്പാൻ കഴിയത്തില്ല. ഞാൻ തള്ളപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ലോകം എന്നോട് പറയുമ്പോൾ എനിക്ക് വേറൊരുത്തനെ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. മറ്റൊരുവനെ ഉൾക്കൊള്ളണമെങ്കിൽ, മറ്റൊരുവനെ കൈക്കൊള്ളണമെങ്കിൽ, മറ്റൊരുവനെ അംഗീകരിക്കണമെങ്കിൽ അതിനടിസ്ഥാനപരമായി നാം കൈക്കൊള്ളപ്പെട്ടവർ, നാം അംഗീകരിക്കപ്പെട്ടവർ, നാം സ്നേഹിക്കപ്പെട്ടവർ എന്നുള്ള ഒരു അടിസ്ഥാന ബോധം നമുക്കുണ്ടാകണം. ഇത് പണത്തിന് നൽകുവാൻ കഴിയുന്നതല്ല, ഇത് ഫ്രണ്ട്ഷിപ്പുകൾക്ക് നൽകുവാൻ കഴിയുന്നതല്ല, ഇത് ദാമ്പത്യത്തിന് നൽകുവാൻ കഴിയുന്നതല്ല, ഇത് യാതൊരു വിധമായ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾക്കോ മതമൗലികവാദങ്ങൾക്കോ ഒരു മനുഷ്യൻ്റെ അന്തരംഗത്തിൽ ഉളവാക്കുവാൻ കഴിയുന്നതല്ല. പകരം കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിന് മാത്രമാണ് ഇതൊരു മനുഷ്യനിൽ ഉളവാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു. പൗലോസ് ഇവിടെ പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു. ഞാനതിനെ സിമ്പിളായി ഒരൊറ്റ സെൻറ്റൻസിൽ പറയാം. അവർ കോൺഫിഡൻസ് ഈസ് അവർ ക്യാരക്ടർ. നമ്മളുടെ ധൈര്യമാണ് നമ്മുടെ സ്വഭാവമായി വെളിപ്പെടുന്നത്. നമ്മളുടെ ധൈര്യമാണ് നമ്മളുടെ സ്വഭാവമായി വെളിപ്പെടുന്നത്. നമ്മളുടെ അകത്ത് ധൈര്യമില്ലെങ്കിൽ നമ്മൾ ആകമാനം കലുഷിതമായിരിക്കും. നമ്മളുടെ അകത്ത് ആങ്സൈറ്റി കയറിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ആകമാനം സ്ട്രെസ്ഫുൾ ആയിരിക്കും. നമ്മുടെ അകം സമാധാനമുള്ളതാണെങ്കിൽ, നമ്മുടെ അകം ധൈര്യമുള്ളതാണെങ്കിൽ പുറത്ത് മനുഷ്യരോട് നാം വിധേയത്വം കരുണയുമുള്ളവരായിരിക്കും. ആകയാൽ ഇവിടെ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിന് അവൻ്റെ അന്തരംഗത്തിൽ ഒരു വലിയ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഈ ഹോളിനകത്തിരുന്നായിരിക്കത്തില്ല, നിങ്ങളുടെ വീട്ടിലോ ഈ തെരുവീതികളിൽ എവിടെയെങ്കിലും നിന്ന് ഞങ്ങളെ കേൾക്കുകയായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ ഒരു കൊച്ചു കുഞ്ഞായിരിക്കാം, നിങ്ങളുടെ ഒരു ഇളയ സഹോദരനായിരിക്കാം, നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം. വെറുതെ കലഹമുണ്ടാക്കുകയോ വെറുതെ അസ്വസ്ഥമാകുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല. എവിടെയോ തൻ്റെ അകത്തൊരു തിരസ്കരണത്തിൻ്റെ വേദന, എവിടെയോ തൻ്റെ അകത്ത് ഒറ്റപ്പെട്ടുവെന്നുള്ള ഒരു തോന്നൽ, അതിനകത്തു നിന്നാണ് മനുഷ്യൻ മറ്റുള്ളവരോട് കലഹിക്കുവാനും പിണങ്ങുവാനും തുടങ്ങുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മൂത്ത കുഞ്ഞിനെ താഴെ നിർത്തി ഇളയ കുഞ്ഞിനെ എടുത്ത് അമ്മ ഒക്കത്ത് വെക്കുമ്പോൾ മൂത്ത കുഞ്ഞ് ശാഠ്യം പിടിക്കുന്നതിനെ കാണുവാൻ കഴിയും. എവിടെയോ അവൻ ഒറ്റപ്പെടുന്നു, തള്ളപ്പെടുന്നു എന്നുള്ള തോന്നലാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരാരെങ്കിലും ജീവിതയാത്രയിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടുപോയി, തള്ളപ്പെട്ടുപോയി എന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആദ്യമായി നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ ഏത് മനുഷ്യൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, നിങ്ങളെ ഒറ്റപ്പെടുവാൻ കഴിയാതെ വണ്ണം, നിങ്ങൾക്ക് തള്ളപ്പെടുവാൻ കഴിയാതെ വണ്ണം നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. മരണപര്യന്തം, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരുന്ന് ജീവിതത്തിൻ്റെ കനൽ വഴികൾ നിങ്ങൾ താണ്ടിയാലും, ജീവിതത്തിൻ്റെ പെരുവള്ളങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നുപോയാലും നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ഒരുത്തനുണ്ട്. അവനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗ വിഷയം ഇതാണ്, മനുഷ്യനെ കൈക്കൊള്ളുന്ന ക്രിസ്തു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇവിടെ ഇതാണ്, ക്രിസ്തു ഒരു മനുഷ്യനെ എന്തിനു വേണ്ടി കൈക്കൊള്ളുന്നു? ക്രിസ്തു മനുഷ്യനെ കൈക്കൊള്ളുന്നതിൻ്റെ ഉദ്ദേശം പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊള്ളുന്നു. നിങ്ങളെ കൈക്കൊള്ളുന്നത്, നിങ്ങളെ സ്വീകരിക്കുന്നത് ഒരു അറവുകാരൻ കാളയെ വാങ്ങി അറവുശാലയിൽ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കുവാൻ പരിശ്രമിക്കുന്നത് പോലെ നിങ്ങളെ കൊന്നുകളയുവാനോ വിറ്റ് കളയുവാനോ അല്ല അവൻ കൈക്കൊള്ളുന്നത്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലേക്ക് പകർന്ന് നിങ്ങളിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടത്തക്കവണ്ണം നിങ്ങളെ ഒരു മാന്യ വിഷയമായി, നിങ്ങളെ ഒരു പ്രശംസാ വിഷയമായി, നിങ്ങളെ ഒരു ഉയർച്ചയുടെ വിഷയമായി മാറ്റുവാനാണ് കർത്താവ് നിങ്ങളെ കൈക്കൊള്ളുന്നത്. യേശു ജന്മം കൊണ്ടൊരു തച്ചനാണ്, ഒരു ആശാരിയാണ്. യേശുവിൻ്റെ കയ്യിൽ ഒരു തടി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു തച്ചൻ്റെ കയ്യിൽ ഒരു തടി കിട്ടിക്കഴിഞ്ഞാൽ അവനതിനെ കീറി വിറകാക്കി കത്തിക്കുകയില്ല. അവൻ അതിനകത്തുനിന്ന് ഉപയോഗമുള്ള ഒരു ഉപകരണത്തെ ഉളവാക്കിയെടുക്കാം. യേശു ഹി കെയിം ആസ് എ കാർപ്പൻറ്റർ, ഹി കെയിം ആസ് എ ബിൽഡർ. അവനൊരു രാജാവ്, അവനൊരു തച്ചനായി, അവനൊരു പണിയുന്നവനായി, നിർമ്മാതാവായി ഇറങ്ങി വരുമ്പോൾ യേശു ലോകത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ പൊളിക്കുന്നവനല്ല, ഞാൻ നിങ്ങളെ പണിയുന്നവനാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കട്ടെ, നിങ്ങളെ കൈക്കൊള്ളുവാൻ കഴിയുന്ന ഒരുത്തനുണ്ട്.
അവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. യേശു കർത്താവിൻ്റെ ഉപമകളിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ ഉപമകളിലെ ഏറിയ ഭാഗവും കൈക്കൊള്ളപ്പെടുന്ന മനുഷ്യനെയും കൈക്കൊള്ളപ്പെടുന്ന മനുഷ്യനെ കുറിച്ചാണ് യേശു പറയുവാൻ പരിശ്രമിക്കുന്നത്. ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഉപമയുണ്ട്. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ അപ്പൻ്റെ അടുക്കൽ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, നിന്റെ പക്കൽ എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ തരണം, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. അപ്പൻ്റെ കയ്യിൽ നിന്ന് അവകാശങ്ങൾ വാങ്ങി ദൂരദേശത്തേക്ക് സഞ്ചരിച്ച് അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് ഏറിയ കാലങ്ങൾക്ക് ശേഷം എല്ലാം നഷ്ടമായി തിരികെ അപ്പൻ്റെ വീട്ടിലേക്ക് ഭയത്തോടെ കടന്നു വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി മേൽത്തരമായി അങ്കി ധരിപ്പിച്ച് കയ്യിൽ മോതിരമിടിവിച്ച് കാലിൽ ചെരുപ്പിടിവിച്ച് അവനെ വീട്ടിൽ കൊണ്ടെത്തിച്ച് അവനെ കൈക്കൊള്ളുന്ന ഒരു അപ്പനെ യേശു കർത്താവ് വരച്ചു കാണിക്കുമ്പോൾ ഇന്ന് ലോകം മുടിയനായ പുത്രനെന്ന് പറഞ്ഞ് ആ ഇളയ പുത്രനെ തള്ളിക്കളയുമ്പോൾ സ്നേഹവാനായിരിക്കുന്ന ദൈവം അവനെ ചേർത്ത് പിടിച്ച് കൈക്കൊള്ളപ്പെട്ട മകനായി മാറ്റപ്പെടുകയാണ്. യേശു കർത്താവ് പറയുവാൻ ആഗ്രഹിച്ചത് മുഴുവൻ തള്ളപ്പെട്ടവനെ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, തള്ളപ്പെട്ടവനെ കൈക്കൊള്ളുന്ന ദൈവമാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പുതിയ നിയമത്തിലെ 1-ാമത്തെ സുവിശേഷമായ മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ യേശു കർത്താവിൻ്റെ തിരുവായ്മൊഴികളെ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവൻ, ഭാരം ചുമക്കുന്നവൻ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ, നാറുന്ന ദേഹമുള്ളവൻ, ജീവിതത്തിൽ ഒത്തിരി വ്യഥകളുള്ളവൻ, ഈ മനുഷ്യരെ സാധാരണമായി ആരും കൂടെ കൂട്ടാറില്ല. പകരം പക്ഷേ അധ്വാനത്തിൻ്റെ വിയർപ്പ് നാറ്റം പിടിച്ച് ജീവിതത്തിൻ്റെ ഭാരത്തിൻ്റെ ചുമട് പേറുന്ന മനുഷ്യനെ നോക്കി യേശു പറയുകയാണ്, നിങ്ങളെ കൈക്കൊള്ളുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് രാത്രി ജീവിതത്തിൽ അധ്വാനിച്ച് ഭാരം ചുമന്ന് എവിടെയും എത്താതെ അലഞ്ഞു തിരിയുന്നവരെ നോക്കി യേശു പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ കൈക്കൊള്ളാം എന്ന് വിളിച്ചു പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യെരൂശലേമിൽ പ്രധാനമായി 7 ഉത്സവങ്ങളുണ്ടായിരുന്നു. ആ ഉത്സവങ്ങളുടെ മഹോത്സവങ്ങളിൽ അവസാന ദിവസത്തിൽ യേശു കർത്താവ് ഉത്സവങ്ങളുടെ പട്ടണമായ യെരൂശലേമിലേക്ക് കടന്നുപോയി. ഉത്സവത്തിൻ്റെ ദിനരാത്രങ്ങൾ അവസാനിക്കുകയാണ്. ഉത്സവത്തിൻ്റെ ആ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ഉത്സവത്തിൻ്റെ ആരവങ്ങൾ ഒഴിയുമ്പോൾ യേശു ആ ഉത്സവപ്പറമ്പുകളിൽ ഒന്നിൽ ചെന്ന് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഞാനവന് കുടിപ്പാൻ നൽകാം എന്ന് യേശു പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു ഉത്സവം കടന്നു വരുമ്പോൾ നമ്മുടെ കേരളം ഇന്ന് ദേശീയ ഉത്സവമായ ഓണാഘോഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക് വന്നു നിൽക്കുകയാണ്. ഈ ഓണാഘോഷത്തിൻ്റെ തലേ ദിവസങ്ങൾ തന്നെ മനുഷ്യൻ സമൃദ്ധിയുടെയും നന്മയുടെയും നാളുകളിലേക്ക് നീങ്ങുകയാണ്. ഇനിയും അതില്ല എങ്കിൽ തന്നെ കുറഞ്ഞപക്ഷം തിരുവോണത്തിൻ്റെ തലേനാളായ ഉത്രാട നാളിലെങ്കിലും മനുഷ്യൻ എന്തെങ്കിലും ഒന്നും കിട്ടപ്പെട്ടെന്നിരിക്കും. പക്ഷെ തിരുവോണ നാളിലും ഒന്നും കിട്ടാതെ 3-ാം ഓണവും 4-ാം ഓണവും കഴിയുമ്പോൾ 5-ാം ഓണം പറഞ്ഞ് ഓണം തീരുന്ന നാളിൽ ഒരു മനുഷ്യൻ വന്നു നിന്ന് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ദാഹിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞാൽ ഈ ഓണം കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് വന്നാട്ടെ, ഞാൻ നിങ്ങളെ സഹായിക്കാം. യഹൂദൻ്റെ മതാചാരപ്രകാരം ഉത്സവം കടന്നു വരുമ്പോൾ, അവരുടെ പെരുന്നാളുകൾ കടന്നു വരുമ്പോൾ ധനവാന്മാരായിരിക്കുന്ന മനുഷ്യർ എളിയവർക്ക് ധാരാളമായ നന്മകളെ നൽകും. ഇന്നും ഇസ്ലാമിക സഹോദരങ്ങൾ അവരുടെ പെരുന്നാൾ ദിനങ്ങളിൽ സക്കാത്ത് നൽകി തങ്ങളുടെ സഹോദരങ്ങൾ ആരും വിശപ്പിലല്ല എന്ന് അവർ ഉറപ്പുവരുത്തുന്നത് പോലെ യഹൂദന്മാരുടെ പാരമ്പര്യത്തിനകത്ത് പെരുന്നാൾ ദിവസങ്ങളിൽ എല്ലാവരും അവിടെയും ഇവിടെയും എന്തെങ്കിലും നന്മകൾ നൽകുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള സക്കാത്ത് പോലും, അങ്ങനെയുള്ള കരുണ പോലും ലഭിക്കാത്ത മനുഷ്യർ ആ സമൂഹത്തിനകത്ത് ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. യേശു കർത്താവ് വിളിച്ചു നിന്നിട്ട് യേശു കർത്താവ് ഉത്സവ നാളുകളിൻ്റെ അവസാന നാളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇനിയും ആരും വെള്ളം തരാത്തവനുണ്ടെങ്കിൽ, ഇനിയും ആരാലും കരുതപ്പെടാത്തവനുണ്ടെങ്കിൽ, ഈ ഉത്സവത്തിൽ വഴിനീളെ ദാനധർമ്മങ്ങൾ നടക്കുമ്പോഴും ഒരു കരുണ ലഭിക്കാത്തവനുണ്ടെങ്കിൽ, ആ കരുണ ലഭിക്കാത്തവനെ നോക്കിയിട്ട് ഞാൻ പറയുക, നീ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിനക്ക് കുടിപ്പാൻ തരാം. ഇന്ന് രാത്രികാലം ലോകത്തിൽ കരുണയുടെ ഒരു തരി പോലും കാണുവാൻ ഒരു സാഹചര്യവും സാധ്യതയും ഇല്ലാത്ത
ഇല്ലാത്തടത്ത് കർത്താവ് പറയുകയാണ്, ഇനി വന്നാട്ടെ, ഞാൻ നിന്നെ കൈക്കൊള്ളാമെന്ന് പറയുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ജീവിതത്തിൽ എന്നെ സ്നേഹിപ്പാൻ, എന്നെ കൈക്കൊള്ളാൻ, എന്നെ അംഗീകരിപ്പാൻ, എന്നെ മനസ്സിലാക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെന്ന് വ്യാകുലപ്പെടുന്നെങ്കിൽ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു നിന്നോട് പറയുകയാണ്, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമായവനെ, കരുണ ലഭിക്കാത്തവനെ, നീ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിനക്കായി കാത്തിരിക്കുകയാണ്, ഞാൻ നിനക്കായി കാത്തിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് തൻ്റെ അടുക്കൽ വരുന്നവർക്കൊരു ഉറപ്പ് കൂടെ നൽകുകയാണ്. ഇന്ന് രാത്രികാലം ഞാനിത് പറയുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായ വാക്കുകളിൽ, നിങ്ങളെ ആകർഷണീയമായ വിധത്തിൽ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ ചില സ്നേഹിതരും കൂട്ടാളികളും ഇന്നലകളിൽ നിങ്ങൾക്കുണ്ടായേക്കാം. എന്നാൽ ജീവിതത്തിൻ്റെ കഠിനമായ പാതകളിൽ അവർ നിങ്ങളെ വിട്ടുപിരിഞ്ഞേക്കാം, അവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 37-ാം വാക്യം യേശു ഒരു ഉറപ്പ് പറഞ്ഞു, എൻ്റെ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. അടുത്ത ഭാഗത്ത് പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. ഇന്ന് രാത്രികാലം യേശു കർത്താവ് കൈക്കൊള്ളുമെന്ന് മാത്രമല്ല, അതിനപ്പുറമായി പറയുകയാണ്, ഞാനൊരുത്തനെ കൈക്കൊണ്ടാൽ പിന്നെ ഒരു നാളിലും ഞാൻ അവനെ തള്ളിക്കളകയില്ല. ഞാൻ ഒരുത്തനെ കൈക്കൊണ്ടാൽ ഞാൻ ഒരു നാളും അവനെ തള്ളിക്കളകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത സഹോദര, യേശുവിൻ്റെ അടുക്കൽ ഒരുത്തൻ കടന്നു വന്ന് യേശു അവനെ കൈക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു നാളിലും യേശു അവനെ തള്ളിക്കളകയില്ല. ഏത് നൊമ്പരത്തിൻ്റെ നാൾ വഴികളിലോ യേശു അവനെ തള്ളിക്കളകയില്ല. ഏത് തെറ്റിദ്ധാരണയുടെ നാളുകളിലോ യേശു അവനെ തള്ളിക്കളകയില്ല. ഏത് രോഗത്തിൻ്റെ ദിനരാത്രങ്ങൾ കടന്നു വന്നാൽ യേശു അവനെ തള്ളിക്കളകയില്ല. അവൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് അവൻ വികൃത രൂപമായാലും യേശു അവനെ തള്ളിക്കളകയില്ല. അവൻ്റെ സമ്പത്തും സൗകര്യവും നഷ്ടപ്പെട്ട് അവൻ സാമ്പത്തികമായി മുച്ചൂടും മുടിഞ്ഞു പോയാലും യേശു അവനെ തള്ളിക്കളകയില്ല. ഇന്ന് രാത്രി നീ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. യേശു എന്നെ കൈവിടുകയില്ല. യേശു എന്നെ കൈവിടുകയില്ല. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. യേശു പറഞ്ഞ ഒരു ഭാഗം ഇങ്ങനെയാണ്, എൻ്റെ പിതാവ് നൽകിയിട്ടുള്ളവൻ എൻ്റെ അടുക്കൽ വരും, ഒരു നാളിലും ഞാൻ അവനെ കൈവിടുകയില്ല. യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലും കൊടുങ്കാറ്റു വീശിലും യേശു എന്നെ കൈവിടുകില്ല. അവൻ എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലോ കൊടുങ്കാറ്റു വീശിലോ യേശു എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലോ കൊടുങ്കാറ്റു വീശിലോ അവൻ എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലോ കൊടുങ്കാറ്റു വീശിലോ അവൻ എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലോ കൊടുങ്കാറ്റു വീശിലോ യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലോ കൊടുങ്കാറ്റു വീശിലോ അവൻ എന്നെ കൈവിടുകില്ല. ചേർന്ന് പറഞ്ഞ്, യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലോ കൊടുങ്കാറ്റു വീശിലോ അവൻ എന്നെ കൈവിടുകില്ല. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ
ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. ഇന്ന് രാത്രി നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൽ കൂടെ, അനുകൂല നാളുകളിൽ, നിങ്ങളുടെ സുഖനാളുകളിൽ കൂടെ നിന്നവരെല്ലാം തള്ളിക്കളഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെട്ട ഒരു രാത്രിയിലായിരിക്കാം ഇന്ന് രാത്രി നിങ്ങൾ ഈ തിരുവചനം കേൾക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരാവർത്തി പറഞ്ഞേ, എല്ലാവരും എന്നെ കൈവിട്ടാലും എൻ്റെ യേശു എന്നെ കൈവിടുകയില്ല. ഘോരമാം അലയായിരുന്നാലും കൊടുങ്കാറ്റ് വീശിയാലും യേശു എന്നെ കൈവിടുകയില്ല. ഘോരമാമലയിലും കൊടുങ്കാറ്റു വീശിയിലും യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലും കൊടുങ്കാറ്റു വീശിയിലും അവൻ എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലും കൊടുങ്കാറ്റു വീശിയിലും അവൻ എന്നെ കൈവിടുകില്ല. ഘോരമാമലയിലും കൊടുങ്കാറ്റു വീശിയിലും അവൻ എന്നെ കൈവിടുകില്ല. ഒരു കാറ്റ് വീശിയിലും അവൻ എന്നെ കൈവിടുകയില്ല. യേശു എന്നെ കൈവിടുകയില്ല. യേശു എന്നെ കൈവിടുകയില്ല. He will never cast out the one who he collected. അവൻ ചേർത്തവനെ ഒരിക്കലും യേശു തള്ളിക്കളകയില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഉറപ്പോടുകൂടെ ഇരിക്കെ. നിങ്ങൾ യേശുവിനാൽ കൈക്കൊള്ളപ്പെട്ടവരാണോ? നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരിക്കലും യേശു നിങ്ങളെ കൈവിടുകയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ അവസാനമായി പറഞ്ഞ വാക്കിതാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അത് സുഖത്തിൻ്റെ നാളായിരുന്നാലും, അത് ദുഃഖത്തിൻ്റെ നാളായിരുന്നാലും, അത് ആനന്ദത്തിൻ്റെ നാളായിരുന്നാലും, അത് വിലാപത്തിൻ്റെ നാളായിരുന്നാലും, അത് പ്രതികൂലത്തിൻ്റെ നാളായിരുന്നാലും, ഒറ്റപ്പെടലിൻ്റെ നാളായിരുന്നാലും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. കുറച്ചുകൂടെ ആഴമായി യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഒരു മനുഷ്യൻ്റെ അമ്മ മരിച്ചാൽ അവൻ അമ്മയില്ലാത്തവനായി തീരും. അവൻ്റെ അപ്പൻ മരിച്ചാൽ അവൻ അപ്പനില്ലാത്തവനായി തീരും. പക്ഷേ അവൻ്റെ അപ്പനും അമ്മയും കൂടെ മരിച്ചാൽ അവൻ അനാഥനായി തീരുമെന്നാണ് പറയുന്നത്. എന്നാൽ അപ്പൻ മരിച്ചാലും അമ്മ മരിച്ചാലും, അല്ല ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ടാലും, കർത്താവ് പറയുകയാണ്, ഐ വിൽ നോട്ട് ലീവ് യു കംഫോർട്ട്ലെസ്, യു ഷാൽ നോട്ട് ബി ആൻ ഓർഫൻ. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരുത്തൻ ഒരിക്കലും അനാഥനായി തീരുകയില്ല. ഇന്ന് രാത്രി നമുക്ക് അനാഥരായി തീരുവാൻ കഴിയുകയില്ല. കാരണം പെറ്റമ്മയെക്കാട്ടിലും അപ്പനെക്കാട്ടിലും ആർദ്രവാനായിരിക്കുന്ന ഒരു നാഥൻ നമുക്കുണ്ട്. അവൻ്റെ പേരാണ് യേശു. യേശു കൈക്കൊള്ളും. ആരെ കൈക്കൊള്ളും? യേശു ഏത് അവസ്ഥയിലുള്ളവനെ കൈക്കൊള്ളും? ഇന്ന് രാത്രി ഞാൻ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു വീണ്ടും ഒരു ഉത്സവത്തിന് യെരൂശലേമിലേക്ക് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിലേക്ക് ആ നാളിൽ പോകുന്നവരെല്ലാം ഉത്സവങ്ങളുടെ ആഘോഷത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ യേശു യെരൂശലേമിലെ ഉത്സവാഘോഷങ്ങളിലേക്കല്ല പോയത്. അതിന് പകരം അവിടെ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന് പറയുന്ന ഒരു കുളമുണ്ടായിരുന്നു. ഉത്സവം ആഘോഷിക്കപ്പെടുന്ന പട്ടണത്തിൽ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ പേർ ബെഥെസ്ദ എന്നായിരുന്നു. എന്താണ് ആ ബെഥെസ്ദ കുളത്തിൻ്റെ പ്രത്യേകത? ആ ബെഥെസ്ദ കുളത്തിന് ചുറ്റുമായി പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ആ പടിക്കെട്ടുകൾ നിറച്ച് രോഗികൾ കിടക്കുകയാണ്. ആ രോഗികളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, ഇടയ്ക്ക് എപ്പോഴോ ഒരു ദൂതൻ വന്ന് കുളം കലക്കും. അങ്ങനെ കുളം കലക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇളക്കത്തിൽ ആരാദ്യം ചെന്ന് അതിൽ വീഴുന്നോ, ആദ്യം ആ വെള്ളത്തെ തൊടുന്നോ, അവൻ സൗഖ്യം പ്രാപിക്കും. അത് ഏത് രോഗമായിരുന്നാലും അവൻ സൗഖ്യം പ്രാപിക്കും. ഇങ്ങനെ അവിടെ ഒത്തിരി പേര് കിടപ്പുണ്ട്. എന്നാൽ
എന്നാൽ ഉത്സവത്തിൻ്റെ ദിനങ്ങളിലും ഈ പടിക്കെട്ടിൽ കിടക്കുന്നവരെല്ലാം എവിടെ തന്നെ കിടക്കുകയാ? അവിടെ തന്നെ കിടക്കുകയാ. അങ്ങനെ യേശു ആ ബെഥേസ്ദ കുളക്കരയിലേക്ക് പോയി. കണ്ടോ, ഉത്സവത്തിൽ എല്ലാവരും ഉത്സവപ്പറമ്പിലേക്ക് പോകുമ്പോൾ യേശു എവിടേക്ക് കടന്നു ചെന്നോ? ബെഥേസ്ദ കുളത്തിലേക്ക് കടന്നു ചെന്നോ? കാരണം അവിടെ ഉത്സവത്തിൻ്റെ ആരവമില്ല, അവിടെ വെടിക്കെട്ടില്ല, അവിടെ തിരുവാതിരയില്ല, അവിടെ കൈകൊട്ടിക്കളിയില്ല. അവിടെ ഒന്നു മാത്രമേ ഉള്ളൂ, ഞരക്കങ്ങളും വേദനകളും നീറ്റലുകളും മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാനൊന്ന് പറയട്ടെ, യേശു തിരുവാതിരയുടെയും കൈകൊട്ടിക്കളിയുടെയും ഒപ്പനപ്പാട്ടിൻ്റെയും വെടിക്കെട്ടിൻ്റെയും ആരവങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനല്ല, നീറുന്ന മനുഷ്യൻ്റെ നുറുങ്ങുന്ന വേദനകൾക്കകത്തേക്ക് വരുന്നവനാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അങ്ങനെ യേശു വന്ന് ബെഥേസ്ദ കുളക്കരയിലേക്ക് ചെന്നു. അവിടെ യേശു ഒരു മനുഷ്യനെ തന്നെ തേടിയായിരുന്നു ചെന്നത്. ആരായിരുന്നു ആ മനുഷ്യനെന്നറിയാമോ? ആ കുളക്കരയിൽ 38 വർഷമായി ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുകയായിരുന്നു. 38 വർഷമായി ഈ മനുഷ്യൻ ഒരു തളർവാദം പോലെ ഒരു രോഗം പിടിച്ച് കിടക്കുകയാണ്. ഈ മനുഷ്യന് 38 വയസ്സുണ്ട്. 38 വർഷമായി രോഗിയായി കിടക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം എത്ര വയസ്സിലായിരിക്കും ഈ മനുഷ്യനെ ഈ കുളക്കരയിൽ കൊണ്ടുവന്നത്? ഒരു 10 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് നിങ്ങൾ കൂട്ടിക്കോ. 20 വയസ്സുള്ള ഈ മനുഷ്യനെ വീട്ടിൽ ഒരു സൗഖ്യവും ഇല്ലാതിരിക്കുന്നത് കണ്ട് 20 വയസ്സുള്ള ഈ മനുഷ്യനെ അപ്പനും അമ്മയും കൂടെ എന്ത് ചെയ്തു? ഒരു ദിവസം വലിച്ചെടുത്ത് ഈ ബെഥേസ്ദ കുളക്കരയിലേക്ക് കൊണ്ടുവന്നു. അപ്പനും അമ്മയും ഈ മകൻ്റെ 2 വശത്തായിട്ടിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വെള്ളം കലങ്ങുമ്പോൾ ഈ അപ്പനും അമ്മയും കൂടെ എടുത്ത് ഈ കുഞ്ഞിനെ ഒന്ന് വെള്ളത്തിലേക്ക് തള്ളാൻ. ചില വർഷങ്ങൾ ഈ അപ്പനും അമ്മയും കുഞ്ഞിൻ്റെ കൂടെ അവിടെ ഇരുന്നു. 10-25 വയസ്സാവുന്നിടം വരെ അവരിവിടെ കാത്തിരുന്നു. പക്ഷേ 5 വർഷം 6 വർഷം കാത്തിരുന്നിട്ടോ ഈ അപ്പനും അമ്മയ്ക്കും എന്ത് പറ്റിയില്ല? ഈ കുഞ്ഞിനെ ഒന്ന് വെള്ളത്തിലിറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഈ അപ്പൻ ഒരു ദീനം പിടിച്ചു. അപ്പൻ താമസിയാതെ മരിച്ചുപോയി. എങ്കിലും അമ്മ പിടിവിട്ടില്ല. അമ്മ ഈ കുഞ്ഞിൻ്റെ കൂടെ ഈ ബെഥേസ്ദ കുളക്കരയിൽ തന്നെ ഇരുന്നു. എന്നാൽ ബെഥേസ്ദ കുളക്കരയിൽ ഇരുന്ന അമ്മയ്ക്കും ഒരു ദിവസം വയ്യാതായി. അമ്മയും വീട്ടിൽ വിശ്രമത്തിലായി. അമ്മയും മരിച്ചുപോയി. അതിനുശേഷം ഇവനൊരു അനുജൻ ഉണ്ടായിരുന്നെന്നിരിക്കട്ടെ. ഈ അനുജൻ വല്ലപ്പോഴും ഒക്കെ കടന്നു വരും. ഇവൻ്റെ കൂടെ വീക്കെൻഡിലൊക്കെ വന്ന് ശനിയും ഞായറും ഇവിടെ ഇരിക്കും. ചേട്ടന് സുഖം കിട്ടാൻ വേണ്ടി ഒന്ന് തള്ളിയിടാമെങ്കിലോ എന്ന് വെച്ച്. പക്ഷേ ഈ ദിവസങ്ങളിലും അവൻ്റെ അനിയൻ ഇരുന്നിട്ടും ഈ സഹോദരനൊരു സൗഖ്യം നൽകാൻ കഴിഞ്ഞില്ല. ചില നാളുകൾ കഴിഞ്ഞു. അനിയൻ വിവാഹസ്ഥനായി, കുടുംബമായി, പ്രാരാബ്ധമായി. അങ്ങനെ ഈ ജ്യേഷ്ഠന് ഈ 38 ഈ മനുഷ്യന് സൗഖ്യം കിട്ടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു. അങ്ങനെ പുതിയ ആൾക്കാർ വന്നപ്പോഴത്തേക്കും കുളത്തിൻ്റെ അങ്ങ് താഴറ്റത്തിരുന്ന ഈ മനുഷ്യനെ പതുക്കെ പിടിച്ച് എന്ത് ചെയ്തോ? മുകളിലത്തെ സ്റ്റെപ്പിലേക്ക് തള്ളിയിട്ടോ. പിന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന് കുറഞ്ഞ പക്ഷം എത്ര വയസ്സായി കാണും? ഒരു 58 വയസ്സായി കാണും. എന്തായിരുന്നാലും 50 എബവ് ആണ് ഈ ഏജ്. അവിടെ മറ്റുള്ളവർ പലരും ഇരിക്കുമ്പോൾ ഈ 50 വയസ്സുകാരന് ഈ സുഖം കൊടുക്കാൻ ആർക്കാ ഇത്ര വലിയ ഉത്തരവാദിത്തം? ആരും ഉത്തരവാദിത്തമില്ല. 38 വർഷമായിട്ട്, ഏതാണ്ട് 4 ദശാബ്ദങ്ങളായിട്ട്, 40ഓളം വർഷങ്ങളായിട്ട് ഈ കുളക്കരയിൽ കിടക്കുകയാണ്. അവൻ വന്നപ്പോൾ അവന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, വന്നപ്പോൾ സഹോദരങ്ങളുണ്ടായിരുന്നു, വന്നപ്പോൾ സ്നേഹിതരുണ്ടായിരുന്നു. പക്ഷേ ഈ 38 വർഷം കൊണ്ട് അവൻ അവിടെ കിടന്നപ്പോൾ അവൻ്റെ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു, അവൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. പിന്നെ ഈ കുളക്കരയിൽ ചിലർ ഇവിടെ തന്നെ കിടന്ന് എന്തു ചെയ്യും? മരിച്ചു പോകും. അവരെ എടുത്ത് പൊതുശ്മശാനത്തിൽ എവിടെയെങ്കിലും കുഴിച്ചിടും. ഇതായിരിക്കും ഇവൻ്റെയും അവസ്ഥ. എന്നാൽ ഒരു ഉത്സവത്തിൻ്റെ ആരവത്തിൽ ഈ രോഗികളായിട്ടുള്ളവരുടെ എല്ലാം കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാകും. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ കാവൽ നിൽക്കുന്നത് പോലെ ഈ ബെഥേസ്ദ കുളത്തിൽ എല്ലാ രോഗികളുടെയും കൂടെ ആരുണ്ടാകും? ഒരു ബൈസ്റ്റാൻഡർ, ഒരു കൂട്ടിരിപ്പുകാരനുണ്ടാകും. പക്ഷെ പെരുന്നാൾ വന്നപ്പോൾ എല്ലാ കൂട്ടിരിപ്പുകാരും ഈ രോഗിയുടെ അടുക്ക പറഞ്ഞു, ഞാൻ ഇന്ന് പോയി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വീണ്ടും വന്ന് നിങ്ങളുടെ കൂടെ കൂട്ടിരിക്കാമെന്ന്. യേശു ബെഥേസ്ദ കുളക്കരയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൂട്ടിരിപ്പുകാരെല്ലാം കൈവിട്ടുപോയ ഒരു കൂട്ടം രോഗികളെ മാത്രമാണ് യേശു കണ്ടത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രോഗത്തിൻ്റെ ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുമ്പോൾ, നിന്റെ കൂട്ടിരിപ്പുകാരെല്ലാം നിന്നെ വിട്ടിട്ട് പോകുമ്പോൾ, രോഗത്തിൻ്റെ നാൾ വഴികൾ നീണ്ടുപോകുമ്പോൾ, നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് സ്വന്തം ഉറ്റവരും ഉടയവരും കൈവിട്ട് കളയുമ്പോൾ, ആ ബെഥേസ്ദ കുളത്തിലേക്ക് യേശു അടുത്തു ചെന്നു. യേശു ഇറങ്ങിച്ചെന്നു.
യേശു ഈ മനുഷ്യൻ്റെ അടുക്കൽ ചോദിച്ചോ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചോ. യേശു അവനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതിൻ്റെ 7-ാം വാക്യത്തിൽ, എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞു. യേശു എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. യേശു അവൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിന്നെ കുളത്തിലിറക്കാൻ ആരുമില്ലെന്ന് നീ പറയുമ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കൂട്ടിരിപ്പുകാർ കൈവിടുന്ന നാഴികയിൽ, സ്നേഹിതർ അകന്നു പോകുന്ന നാഴികയിൽ, സ്വന്തം അപ്പനും അമ്മയും പോലും നിന്നെ മറന്നു പോകുന്ന രോഗത്തിൻ്റെ വേദന നിന്നെ പിടിച്ചടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നു, യേശുവിന് നിന്നെ കൈക്കൊള്ളുവാൻ കഴിയുക. ഏത് രോഗത്തിൻ്റെ അവസ്ഥയിൽ മനുഷ്യൻ നിന്നെ കൈവിട്ടാൽ യേശുവിന് നിന്നെ കൈക്കൊള്ളുവാൻ കഴിയുക. ഇന്ന് രാത്രി ഇതിനകത്ത് രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നവരാരെങ്കിലും സുദീർഘമായ രോഗങ്ങളുമായി എല്ലാവരാലും കൈവിടപ്പെട്ടോ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പ്രതീക്ഷ നഷ്ടപ്പെട്ട രോഗിയെ, ഉറ്റവരും ഉടയവരും കൈവിട്ട രോഗിയെ സ്വീകരിപ്പാൻ കഴിയുന്ന ഒരുത്തനുണ്ട്, കൈക്കൊള്ളുവാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി അവനെ കൈക്കൊണ്ടു. യേശു ബെഥെസ്ദ കുളക്കരയിലേക്ക് അടുത്തു ചെന്ന് ആ മനുഷ്യനെ കൈക്കൊണ്ടു, അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തിനു വേണ്ടി? അവനിലൊരു ദൈവമഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം. യേശു ഒരുത്തനെ കൈക്കൊണ്ടാൽ അവൻ്റെ ജീവിതം പിന്നെ പാരമ്പര്യ കഷ്ടതയിലല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിലായിരിക്കും അവൻ പിന്നെ ചലിക്കാൻ പോകുന്നത്. നിൻ്റെ കുടുംബത്തിൽ പാരമ്പര്യം നിന്ന് തലകുത്തി മറിയുകയല്ല, നിൻ്റെ കുടുംബത്തിൽ ദൈവമഹത്വം പ്രകാശിക്കുന്നത്, ദൈവമഹത്വത്തിൻ്റെ ദൈവ തേജസ്സിൻ്റെ പ്രകാശം വരുന്നത് കാണുവാൻ കഴിയുക. യേശു സ്വീകരിക്കുകയാണ്. കുടുംബം ഫാമിലി റിജക്റ്റഡ് സിക്ക് പേഴ്സൺ, കുടുംബം തള്ളിക്കളഞ്ഞ രോഗിയായ മനുഷ്യനെ സ്വീകരിക്കുന്ന യേശു കർത്താവ് ഇന്ന് രാത്രി ബെഥെസ്ദ കുളക്കരയിൽ ആ 38 വർഷമായ രോഗിയെപ്പോലെ ഞങ്ങളെ ശ്രവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി നിന്നെ കൈക്കൊള്ളുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി യേശു ഇതിനകത്തുണ്ട്. രോഗികളായി കുടുംബം കൈവിട്ടവരെ സ്വീകരിച്ച് മാർവോട് ചേർത്തെഴുന്നേൽപ്പിക്കുവാൻ, അവൻ്റെ കിടക്കയിൽ നിന്ന് അവനെ പൊക്കിയെടുക്കുവാൻ കഴിയുന്ന ഗുരുനാഥൻ യേശു. ഒരു മനുഷ്യൻ രോഗത്തിൽ എല്ലാവരും കൈവിടുമ്പോൾ യേശു അവനെ കൈക്കൊള്ളുകയാണ്. 2, യേശു ആരെയാണ് കൈക്കൊള്ളുന്നത്? ഒരിക്കൽ കർത്താവായ യേശു ഒരു വീട്ടിലേക്ക് വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് ശിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ വിരുന്നിന് ചെന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിച്ചു. യേശു പരീശൻ്റെ വീട്ടിൽ ചെന്നു ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമളത്തൈലം കൊണ്ടുവന്നു. എന്നിട്ട് യേശുവിൻ്റെ പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. എന്നിട്ട് യേശുവിൻ്റെ പിറകിൽ നിന്ന് കണ്ണുനീര് കരയുവാൻ തുടങ്ങി. എന്നിട്ട് ആ കണ്ണുനീര് യേശുവിൻ്റെ കാലുകളിലേക്ക് ഇറ്റിറ്റ് വീഴുവാൻ തുടങ്ങി. തൻ്റെ യേശുവിൻ്റെ പുറകിൽ നിന്ന് കരയുമ്പോൾ അവൾ അറിയാതെ അവളുടെ കണ്ണുനീര് മുഴുവൻ യേശുവിൻ്റെ കാൽപാദങ്ങളിൽ വീണു. അത് കണ്ടിട്ട് അവൾക്ക് സങ്കടം വന്ന് തുവർത്തിക്കൊടുക്കുവാൻ തക്കവണ്ണം അവളുടെ തലമുടി അഴിച്ച് യേശുവിൻ്റെ കാലുകളെ തുവർത്തുവാൻ തുടങ്ങി. യേശുവിൻ്റെ കാലുകളെ അവളുടെ തലമുടി കൊണ്ട് തുവർത്തിയിട്ട് അവളുടെ ആ തൈലപാത്രം എടുത്ത് തുറന്ന് യേശുവിൻ്റെ കാലുകളിൽ ഒഴിച്ചിട്ട് അവൾ യേശുവിൻ്റെ കാൽപാദത്തിങ്കൽ ചുംബിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന പരീശൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. പരീശൻ എന്ന് പറഞ്ഞാൽ ആ കാലത്തിലെ ഒരു സൊസൈറ്റി മാനാണ്. ആ കാലത്തിലെ ഒരു സാമൂഹികമായി വളരെ മാന്യതയും വിലയും നിലയുമൊക്കെ ഉള്ള, ഞങ്ങളൊക്കെ വലിയ പുള്ളികളാണെന്ന് കരുതുന്ന ഒരു കൂട്ടത്തിലുള്ള വ്യക്തികളാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും തങ്ങൾ തന്നെ നീതിമാന്മാരെന്ന് ധരിച്ചുകൊണ്ട് ഒരു വിശുദ്ധിയുടെ പടച്ചട്ടയ്ക്കകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് പരീശന്മാർ. ഞാൻ അതിലേക്ക് അധികമായി കടക്കുന്നില്ല, അതല്ല എൻ്റെ വിഷയം.
ഇങ്ങനെ ഈ പരീശൻ നോക്കിയപ്പോൾ യേശു കർത്താവ് ഒരു സാധാരണമായ ഒരു മനുഷ്യനാണ്, ഒരിക്കലും എന്തു ചെയ്യത്തില്ല, ഈ പാപിനിയായ ഒരു സ്ത്രീയെ സ്വീകരിക്കത്തില്ല. പാപിനിയായ സ്ത്രീ തൻ്റെ അടുക്കൽ വന്നു നിൽക്കാൻ സമ്മതിക്കത്തില്ല. പാപിനിയായ സ്ത്രീ തന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. പാപിനിയായ സ്ത്രീ തന്നെ ചുംബിക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കെ യേശു കർത്താവ് മൗനമായിട്ടിരിക്കുന്നു. അവൾ ഇങ്ങനെ യേശുവിൻ്റെ കാൽപാദത്തിങ്കൽ വീണ് കിടക്കുകയാണ്. യേശു കർത്താവിൻ്റെ കാൽപാദത്തിങ്കൽ വീണ് കിടക്കുന്ന ആ സ്ത്രീയെ കണ്ടിട്ട് പരീശൻ വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹം വലിയ പ്രവാചകനാ, ദൈവപുത്രനാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇസ്രായേലിൻ്റെ രക്ഷകനാണെന്ന് പറയുന്നല്ലോ. ഈ പാപിനിയായ സ്ത്രീയെ എങ്ങനെയാണ് തന്നോട് ചേർത്ത് നിർത്തിയത് എന്ന് ചോദിച്ചോ. യേശു കർത്താവ് ഈ മനസ്സിനകത്ത് കണക്ക് കൂട്ടുമ്പോൾ യേശു കർത്താവ് ഈ പരീശൻ്റെ അടുക്കൽ ചോദിച്ചോ, കടം കൂടിയ മനുഷ്യനും കടം കുറഞ്ഞ മനുഷ്യനുമുണ്ട്. കടം ഇളച്ചു കിട്ടിയാൽ ആർക്കായിരിക്കും ഒത്തിരി സന്തോഷം? പരീശൻ പറഞ്ഞു, കൂടുതൽ കടം ഇളച്ചു കിട്ടിയവനായിരിക്കും സന്തോഷം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ കടം ഇളച്ചു കൊടുക്കാൻ വന്നവനാണ്. എന്നിട്ട് പുറകിൽ നിന്ന സ്ത്രീയെ യേശു തിരിഞ്ഞൊന്ന് നോക്കി. സാധാരണമായി യഹൂദ പാരമ്പര്യത്തിൽ പാപിയായ ഒരു വ്യക്തിയെ കണ്ടാൽ യഹൂദന്മാർ നോക്കത്തില്ല, അവർ മുഖം തിരിച്ച് കടന്നുപോകും. യഹൂദൻ ഏറ്റവും അധികം അപമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ മുഖം തിരിച്ചും മുഖം മൂടിയുമാണ്. എന്നാൽ യേശു കർത്താവ് പുറകിലോട്ട് തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്ന് പറഞ്ഞാൽ ഇവൾക്ക് യേശുവിനെ അഭിമുഖമായി നോക്കാൻ ധൈര്യമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവൾ എന്ത് ചെയ്തത്, യേശുവിൻ്റെ പുറകിൽ വന്ന് നിന്നത്. യേശുവിൻ്റെ മുമ്പിൽ നിന്ന് യേശുവിനെ ഫേസ് ചെയ്യാൻ അവൾക്ക് ധൈര്യമില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തോ, യേശുവിൻ്റെ പുറകിൽ നിന്നോ. യേശു എന്ത് ചെയ്തോ, എന്നെ നോക്കി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നിനക്ക് പ്രാപ്തിയില്ലയോ, എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അങ്ങ് തിരിഞ്ഞു നിന്നേക്കാമെന്ന് പറഞ്ഞ് യേശു അവളുടെ നേരെ തിരിഞ്ഞോ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പാപം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ, പാപം മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ ഭയപ്പെടുത്തുമ്പോൾ, ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴകൾ കൊണ്ട് സൃഷ്ടാവിങ്കൽ നിന്ന് മനുഷ്യൻ മനസ്സുകൊണ്ട് അകലുമ്പോൾ, ജീവിതത്തിൽ സംഭവിച്ച പിഴവുകൾ കൊണ്ട് അവൻ ദൈവാലയത്തിലേക്ക് നോക്കുവാൻ ഭയപ്പെടുമ്പോൾ, അവൻ്റെ ചട്ടങ്ങളും ചട്ടക്കൂടുകളും മതപൗരോഹിത്യ നിയമങ്ങളോ അവൻ്റെ പാപത്തിന് നേരെ വിരൽ ചൂണ്ടി അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി കളയുമ്പോൾ, യേശു കർത്താവ് ഇറങ്ങി വന്ന് ആ പാപിയുടെ നേരെ തിരിഞ്ഞു. ആ പാപിയുടെ നേരെ തിരിഞ്ഞോ. എന്നിട്ട് അതിനുശേഷം യേശു അവളോട് പറയുകയാണ്, നിന്റെ പാപങ്ങളെ എല്ലാം ഞാൻ മോചിച്ചിരിക്കുന്നു. ഇന്നലെ വരെ നീ എൻ്റെ പുറകിൽ നിന്നവളാ, എൻ്റെ മുഖത്തിന് നേരെ നിൽക്കാൻ നിനക്ക് ധൈര്യമില്ലായിരുന്നോ. പക്ഷേ ഇതാ ഞാൻ നിൻ്റെ അവസ്ഥയെ മാറ്റുന്നു. നീ എൻ്റെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം ഞാൻ നിന്നെ യോഗ്യയാക്കി തീർക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത സഹോദര, ജീവിതത്തിൽ പാപത്തിൽ അകപ്പെട്ട്, ജീവിത പരാജയത്തിൽ അകപ്പെട്ട് എല്ലാവരും കൈവിടുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്നവനാണ് യേശു. യെരിഹോ എന്ന പട്ടണത്തിലേക്ക് യേശു കടന്നു ചെല്ലുമ്പോൾ സക്കായി എന്നൊരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുക. യേശുവുമായി അടുത്തു ചെല്ലുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത മനുഷ്യൻ, അവനൊരു വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. യേശു നടന്ന് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് ഉയരത്തിലേക്ക് കൈനീട്ടി സക്കായിയെ വിളിച്ചു പറഞ്ഞു, സക്കായി, എന്നെ കാണാൻ വേണ്ടി നീ മരത്തിന്മേൽ കയറി കഷ്ടപ്പെടണ്ട. നീ മരത്തിന്മേലിരുന്ന് എന്നെ കാണേണ്ടിയവനല്ല. ഇത്രമാത്രം നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇറങ്ങി വാ. നീ മരത്തിന്മേലിരുന്ന് എന്നെ കാണണ്ട. ഞാൻ നിൻ്റെ വീട്ടിൽ കയറി വരാം. ഞാൻ ഇന്ന് രാത്രി നിന്നോടുകൂടെ ഇരുന്ന് അത്താഴം കഴിക്കാം. ഞാൻ ഇന്ന് രാത്രി നിന്നോടുകൂടെ താമസിക്കാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന സ്നേഹിത സഹോദര, മരത്തിൻ്റെ മുകളിൽ പോയി ദൈവത്തെ കാണാൻ, മലയുടെ മുകളിൽ പോയി ദൈവത്തെ കാണാൻ, സമുദ്രതീരത്ത് പോയി ദൈവത്തെ കാണാൻ പരിശ്രമിക്കുന്ന മനുഷ്യനോട് യേശു പറയുകയാണ്, നീ മലയുടെ മുകളിലും മരത്തിൻ്റെ മുകളിലും സമുദ്രത്തിലും പോയി ദൈവത്തെ കാണണ്ട. ഇതാ ഞാൻ നിന്റെ വീട്ടിലേക്ക് കടന്നു വരാം. ഞാൻ നിന്നെ കൈക്കൊള്ളാം. ഇന്ന് രാത്രി ജീവിതത്തിൽ എവിടെയോ സംഭവിച്ച പിഴവ് മുഖാന്തര, എവിടെയോ സംഭവിച്ച പാപം മുഖാന്തര, ഇല്ല എനിക്കിനി ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ കഴിയത്തില്ല എന്ന് നീ ഒരുപക്ഷെ പറഞ്ഞേക്കാം. ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയം നിമിത്തം
പള്ളിയും പട്ടക്കാരും ഇടവകയും ചാർച്ചക്കാരും മതവും പൗരോഹിത്യവും കുടുംബക്കാരും നിന്റെ വീട്ടിലെ മാന്യന്മാരുമെല്ലാം നിന്നെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയുന്നു, ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ പിഴവ് സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ പാപം സംഭവിക്കുമ്പോൾ മനുഷ്യൻ ആട്ടി പുറത്താക്കും, മനുഷ്യൻ തള്ളിക്കളയും. സമൂഹത്തിനും സ്റ്റാറ്റസിനും നിന്നെ കൊള്ളാതെ വരുമ്പോൾ നിന്നെ സമുദായവും പാരമ്പര്യവും കുടുംബാംഗങ്ങളും നീ അവരുടെ കുടുംബത്തിൽ പോലും ഉള്ളവനാണെന്ന് പറയുവാൻ അപമാനിക്കും. പക്ഷേ അവിടെയും യേശു അവനെ ചേർത്ത് പിടിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എവിടെയോ ജീവിതത്തിൽ പാളിച്ച വന്നോ, കുടുംബം നിന്നെ തള്ളി, എവിടെയോ സംഭവിച്ച ഒരു മദ്യപാനം, എവിടെയോ സംഭവിച്ച ചില വഴിവിട്ട ജീവിതങ്ങൾ, എവിടെയോ സംഭവിച്ച ജീവിതത്തിൻ്റെ താളപ്പിഴകൾ, അതുകൊണ്ട് അപ്പൻ നോക്കി പറഞ്ഞു ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല, അമ്മ നോക്കി പറഞ്ഞു നിന്നെ ഞാൻ പ്രസവിച്ചു പോയല്ലോ, സഹോദരങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു അവൻ എൻ്റെ കുടുംബത്തിലുള്ളതല്ല, കൂട്ടാളിയായി തന്ന ജീവിത പങ്കാളി പോലും പകുതി വെച്ചിട്ടിട്ട് പോയി. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആരൊക്കെ നിന്നെ കൈവിട്ടാൽ നിന്റെ പാപത്തിന്റെ കടുംചുവപ്പിനെ മായ്ച്ചു കളഞ്ഞ് കാർമേഘം പോലെ കറുത്തിരുണ്ട ആ പാപത്തെ മാറ്റിക്കളഞ്ഞ് ഹിമം പോലെ നിർമ്മലീകരിച്ച് നിന്നെ ചേർത്ത് പിടിപ്പാൻ യേശുവുണ്ട്. ഇന്ന് രാത്രി യേശു വിളിക്കുകയാണ്, ഹോളി സ്പിരിറ്റ്. യെരൂശലേമിലെ യേശുവിൻ്റെ ജീവകാലത്ത് ഗരസേന്യ പട്ടണം എന്ന് പറയുന്ന ഒരു ദേശമുണ്ടായിരുന്നു. ഗരസേന്യ എന്ന് പറയുന്ന ഒരു ദേശം, ആ ദേശത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ യൗവനകാലമായപ്പോൾ വീടുമായിട്ട് പ്രശ്നമായി. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ കയറത്തില്ല. അപ്പനുമായി വഴക്കുണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പിന്നെ അവൻ വീട്ടിൽ കയറതായി. കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ തുണികളൊക്കെ മുഷിഞ്ഞു. അവൻ തുണി വലിച്ചു പറിച്ച് ജംഗ്ഷനിൽ കൂടെ തുണിയില്ലാതെ നടക്കാൻ തുടങ്ങി. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചവനെ ചങ്ങലക്കിട്ട് തുണി വാരി ചുറ്റി. പക്ഷേ അവൻ ആ തുണിയും വലിച്ചു പറിച്ച് ഈ ചങ്ങല കൊണ്ടുപോയി കല്ലിലിടിച്ചിടിച്ച് പൊട്ടിച്ച് അവൻ വെളിയിലിറങ്ങാൻ തുടങ്ങി. പിന്നീട് ഈ നാട്ടുകാരെല്ലാം ഇവനെ കണ്ടാൽ കല്ലുവാരി എറിയാൻ തുടങ്ങി. നാട്ടുകാർ കല്ലുവാരി എറിയുന്ന വേദന സഹിക്കാൻ വയ്യാതെ ഇവൻ തന്നെ കല്ലെടുത്ത് തൻ്റെ ശരീരത്തെ ചതയ്ക്കാൻ തുടങ്ങി. എന്നിട്ടും മനുഷ്യൻ ഇവൻ്റെ നേരെ വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്നത് കൊണ്ട് അവൻ ഒടുവിൽ കല്ലറകളിൽ പോയി താമസിക്കാൻ തുടങ്ങി. കാരണം പട്ടണത്തിൽ ഇറങ്ങിയാൽ മനുഷ്യൻ ഇവനെ കല്ലെറിയും. ഇവൻ തുണിയെടുക്കാതെ ഭ്രാന്തനായി ജംഗ്ഷനിൽ നടക്കും. കൊച്ചു കുട്ടികൾ പോലും കണ്ടാൽ അലറിക്കൊണ്ട് അകത്തു കയറും. സ്ത്രീകൾ ഇവനെ കണ്ടാൽ അകത്തു കയറി വാതിലടയ്ക്കും. പട്ടണത്തിലെ ബലശാലികൾ ഇവനെ കണ്ടാൽ വന്ന് കല്ലെറിയും, അവനെ അടിച്ചോടിക്കുക. അവസാനം ഗതിയില്ലാതെ ഇവൻ കല്ലറകളിൽ താമസിക്കാൻ തുടങ്ങി. ആർക്കും വേണ്ടാത്ത ഒരു നശിച്ച ജന്മം, ഇവനങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നുവെന്ന് ആ പട്ടണക്കാർ മുഴുവൻ പറഞ്ഞു. എന്നാൽ യേശു അന്തരാത്മാവിൽ അറിഞ്ഞു, ഗദരദേശത്തൊരു മനുഷ്യനുണ്ട്, വീട്ടിൽ കയറത്തില്ല, നാട്ടിലിറങ്ങിയ നാട്ടുകാർ കല്ലെറിഞ്ഞു കൊല്ലോ. ഇനിയും അവനെ ചങ്ങലക്കിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. പട്ടിയെ തൊടലുകൊണ്ട് പൂട്ടുന്നത് പോലെ ഇവനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ഏറ്റ കല്ലേറിൻ്റെ മുറിവുകളെ മായ്ക്കാൻ ഇവൻ തന്നെ കല്ലുകൊണ്ട് തന്നെത്താൻ ചതയ്ക്കുകയാണ്. യേശു ഒരു രാത്രി സന്ധ്യ മയങ്ങുമ്പോൾ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, വാ നമുക്ക് അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാർക്ക് വലിയ താല്പര്യമില്ല. യേശു പറഞ്ഞില്ല, നമ്മൾ അക്കരെ പോയാലേ പറ്റൂ. ആ രാത്രി അവർ അക്കരയ്ക്ക് യാത്ര പുറപ്പെട്ടു. കടലിലെ തടാകത്തിൽ തിരകളും കോളുമുണ്ടായി. യേശു വിട്ടില്ല. യേശു പിന്നെയും ഗദരദേശത്തേക്ക് നിർബന്ധമായി യാത്ര പോയി. എന്തുകൊണ്ടെന്നറിയാമോ? അവിടെ ഒരു മനുഷ്യനെ കുടുംബവും പട്ടണവും ദേശവും കൈവിട്ടോ. യേശു അവിടെ കടുത്തു ചെന്നോ, ആ മനുഷ്യനെ അരികെ വിളിച്ചു. അവൻ്റെ അവസ്ഥകളെ മാറ്റി. അവൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അവൻ്റെ മുറിവുകൾ ഉണങ്ങുവാൻ തുടങ്ങി. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. ഇന്ന് രാത്രി പാപം നശിപ്പിച്ച ജീവിതമേ, ശാപം നശിപ്പിച്ച ജീവിതമേ, ഈ രാത്രി യേശു നിന്നെ കൈക്കൊള്ളും. കൗമാരത്തിൽ വന്നുപോയ കൂട്ടുകെട്ടുകൾ,
എവിടെയോ വന്ന സാമ്പത്തിക പിഴവുകൾ, എവിടെയോ വന്ന മയക്കുമരുന്ന്, എവിടെയോ വന്ന മദ്യപാനം, അതിൽ നിന്ന് ഊരി വരാൻ കഴിയാതെ വണ്ണം പാപത്തിൻ്റെ ചങ്ങലയ്ക്കകത്ത് കെട്ടപ്പെട്ട് ജീവിതം നശിക്കുമ്പോൾ ഇന്ന് രാത്രി യേശു പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക് വരാം, നിന്നെ ഞാൻ കൈക്കൊള്ളാം. എല്ലാവരും നിന്നെ കൈവിട്ടാലും നീ പാപി എന്ന് പറഞ്ഞ്, നീ കുടുംബം നശിപ്പിച്ചവനെന്ന് പറഞ്ഞ്, നീ ഞങ്ങൾക്ക് വീട്ടുകാർക്ക് അപമാനമെന്ന് പറഞ്ഞ്, നീ നാട്ടുകാർക്കൊരു ദുഷ്പേരെന്ന് പറഞ്ഞ് ലോകം നിന്നെ തള്ളിക്കളയുമ്പോൾ യേശു പറയുകയാണ്, come unto me, ഞാൻ നിന്നെ കൈക്കൊള്ളാം. യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ പാപികളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ ദിനം, യേശു കർത്താവ് ഒലിവുമലയിലെ ഗത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരിമ ശിഷ്യനായിരുന്ന ഒരുത്തനെ മതപൗരോഹിത്യത്തിൻ്റെ മേലധികാരികൾ വന്ന് സ്വാധീനിച്ച് കള്ളക്കാശ് കൊടുത്ത് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് യേശുവിനെ വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കാണിച്ചു കൊടുത്ത് സൂര്യോദയത്തിന് മുമ്പാകെ ഹെരോദാവ്, ഹന്നാവ്, കയ്യഫാവ്, പീലാത്തോസ് എന്ന് പറയുന്ന നാടുവാഴികൾ, റോമ ഗവർണർ, മതപൗരോഹിത്യം ഇവരുടെ അരമനകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിസ്താര സഭകളിൽ മാറി മാറി വിസ്തരിച്ചു. അതിനനന്തരമായി യേശുവിനെ കുനിച്ചു നിർത്തി ചാട്ടവാറ് കൊണ്ട് അടിച്ചു. അവൻ്റെ യേശു കർത്താവിൻ്റെ ശരീരത്തിലെ മാംസങ്ങളെ പിച്ചിപ്പറിച്ചെടുത്തു. താടിരോമങ്ങൾ വലിച്ചു പറിച്ചു. തലയിൽ മുൾക്കിരീടം വെച്ചു. മുഷ്ടി കുത്തി ചുരുട്ടിക്കുത്തി ശരീരമാസകലം രക്തമൊഴുകാൻ തുടങ്ങി. ഒഴുകിയ രക്തവുമായി പിന്നെയും വസ്ത്രം ധരിപ്പിച്ച് തൻ്റെ മേൽ വലിയൊരു കുരിശുമരവും ചുമപ്പിച്ച് ഗൊൽഗോത്ത എന്ന തലയോടിടമെന്ന പർവ്വതത്തിലേക്ക് യേശുവിനെ പട്ടണത്തിൽ നിന്ന് വെളിയിലേക്ക് പടയാളികൾ അടിച്ചു വായിച്ച് കുരിശും ചുമന്നുകൊണ്ട് മലമുകളിലേക്ക് കൊണ്ടുപോയി. ഗൊൽഗോത്ത എന്ന ആ കൽത്തടത്തിൻ്റെ ഉള്ളിൽ ഒരു കല്ലിടുക്കിലേക്ക് കുരിശിനകത്താണിയടിച്ച് തറച്ച യേശുവിൻ്റെ ശരീരത്തെ തൂക്കിയെടുത്തെറിഞ്ഞു. ആ കുരിശിൽ നിന്ന് കല്ലിടുക്കിൽ നിന്ന് ആടുവാൻ തുടങ്ങി. എന്നാൽ അതിൻ്റെ 2 വശത്തും യേശുവിനോടുകൂടെ 2 പേരുണ്ടായിരുന്നു. അവർ പട്ടണത്തിൽ കലഹമുണ്ടാക്കിയവരും വീടുകളിൽ മോഷണം നടത്തിയവരും ദുഷ്കർമ്മം ചെയ്തവരുമായിരുന്നു. അവർക്ക് ജീവിക്കാൻ ഈ റോമ ഗവൺമെൻറ് അധികാരം കൊടുത്തില്ല. റോമ ഗവൺമെൻറ് അവരുടെ സ്വഭാവം നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ ജീവിപ്പിക്കാൻ കൊള്ളത്തില്ല, നിന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കയറ്റാൻ കൊള്ളത്തില്ല, നിന്നെ ഞങ്ങളുടെ പട്ടണത്തിൽ താമസിപ്പിക്കാൻ കൊള്ളത്തില്ല, നീ മരിച്ചേ മതിയാകൂ. എന്നാൽ അതിൽ ഒരു കള്ളൻ യേശുവിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നാഥാ, ഞങ്ങളുടെ കയ്യിലിരിപ്പ് വളരെ ദോഷമായിരുന്നു, ഞങ്ങൾ പട്ടണത്തിൽ ഒത്തിരി ദോഷം ചെയ്തു, ഞങ്ങൾ ഒത്തിരി വീടുകളെ കയറി മോഷ്ടിച്ചു, ഞങ്ങൾ ഒത്തിരി തിന്മ ചെയ്തവരാണ്. ആകയാൽ ഈ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്കിനി യോഗ്യതയില്ല. ഈ ലോകത്തിൻ്റെ നിയമം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കിവിടെ ജീവിക്കാൻ യോഗ്യതയില്ലെന്ന്, നിങ്ങൾക്കിനി ഇവിടെ ജീവിക്കാൻ യോഗ്യതയില്ല. ആകയാൽ ഞങ്ങൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ നിരാശയുടെ ഗർത്തത്തിൽ ജീവിതം അവസാനിച്ചുവെന്ന് പറഞ്ഞ് കുരിശിൽ 2-3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്ന ആ കുരിശിലെ കള്ളൻ യേശുവിൻ്റെ അടുക്കൽ ചോദിച്ചു, ഇനിയും എനിക്ക് ഈ ലോകത്ത് കരുണ കാണിപ്പാൻ എന്നോട് മനസ്സലിയാൻ ആരുമില്ല. പക്ഷേ സ്വർഗത്തിലെ രാജകുമാരാ, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കാമോ? ആരോടാ ചോദിക്കുന്നതെന്നറിയാമോ? പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, സ്വർഗത്തിലെ രാജകുമാരൻ, ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, വിശുദ്ധിയുടെ മകുടോദാഹരണം, കാൽവറിയുടെ ഗിരിമുകളിൽ കുരിശിന്മേൽ കിടക്കുമ്പോൾ അടുത്തു കിടക്കുന്ന പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് ചെയ്യുവാൻ ഇനിയും ഒരു അരുതായ്മയും ഇല്ലാതെ സകല പാപങ്ങളും ചെയ്തു തീർത്ത മനുഷ്യൻ ഈ വിശുദ്ധനോട് ചോദിക്കുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കാമോ? യേശുവിന് അവനോട് പറയാൻ ഒത്തിരി മറുപടിയുണ്ട്. നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലായിരുന്നെന്നും നിന്റെ കയ്യിലിരിപ്പിനൊത്തവണ്ണം നീ പ്രാപിക്കുമെന്നും, അല്ല ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നിനക്ക് ശിക്ഷ ഇളച്ചു തരാമെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. ആ മനുഷ്യൻ ഇത്രയും മാത്രമേ ആഗ്രഹിച്ച് കാണത്തുള്ളൂ. യേശു രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഇവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എന്ത് ചെയ്യണം? ഒന്ന് ഇളച്ചു കൊടുക്കണം. നിത്യരാജ്യത്തിൽ ഇവൻ്റെ പാപത്തിൻ്റെ ശിക്ഷയൊന്ന് ഇളച്ചു കൊടുക്കണം. ഇത്രയും മാത്രമേ യേശുവിൽ താൻ പ്രതീക്ഷിച്ചുള്ളൂ. എന്നാൽ യേശു പതിയെ അവനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ശിക്ഷ ഇളവ് ചെയ്ത് തരണമെന്നല്ലേ നീ പറഞ്ഞത്? നീ അവിടം വരെ ഒന്നും കാത്തിരിക്കണ്ട. ഇന്ന് രാത്രി നീ എന്നോടുകൂടെ എൻ്റെ പർദീസയിലിരിക്കും.
എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആ രാത്രി ഈ കള്ളൻ്റെ ശവം മേടിക്കാൻ അവൻ്റെ കുടുംബക്കാരും ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ശവം മേടിക്കാൻ അവൻ്റെ കുടുംബക്കാർ ചെല്ലത്തില്ല. അവൻ്റെ ശരീരം ആർക്കും വേണ്ട. സമയം കഴിയുമ്പോൾ കഴുകന്മാരത് കൊത്തിപ്പറിച്ചോട്ടെ. ആ മുടിഞ്ഞവൻ്റെ ശരീരം പോലും ഞങ്ങൾക്ക് വേണ്ട. പൊതുശ്മശാനത്തിൽ കുഴിച്ചിടാൻ പോലും അവൻ്റെ കുടുംബക്കാർ ചൊല്ലത്തില്ല. പാപം നിമിത്തം സകലരും അവനെ തള്ളിക്കളഞ്ഞു. പക്ഷേ യേശു അവനോട് പറയാ, ഇന്ന് രാത്രി നിന്റെ ശരീരം കഴുകൻ കുത്തിപ്പറിച്ചാലും നിന്റെ പ്രാണൻ എനിക്ക് വിലയേറിയതാ. ഇന്ന് രാത്രി നീ എന്നോട് കൂടെ എൻ്റെ പറുദീസയിലിരിക്കും. ഈ രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും നിന്നെ കൈവിടാത്ത ഒരു യേശുവുണ്ട്. ഇന്ന് രാത്രി യേശു നിന്നോട് പറയുകയാണ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിന്നെയും ഇരുത്താം. ആരെങ്കിലും ഈ കള്ളനെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തുവോ? ഈ കള്ളം മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാലും ഉലകത്തിൽ ആരെങ്കിലും അന്ന് രാത്രി അവനെ തന്നോടുകൂടെ ഇരുത്തുമോ? ഇല്ല. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ നിന്നെ കൈക്കൊള്ളാം. നിന്നെ ആരും ഇനി വിശ്വസിച്ചില്ലെങ്കിലും നിന്നെ വിശ്വസിക്കുന്ന ഒരുത്തനുണ്ട്. നീ നന്നായി എന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും നിന്നെ മനസ്സിലാക്കുന്ന ഒരുത്തനുണ്ട്. നിന്റെ വാക്കുകളെ വിശ്വസിച്ച് നിന്നെ കൂടെ നിർത്തുന്ന ഒരുത്തനുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അത്രേ. രോഗിയായവനെ യേശു കൈക്കൊണ്ടു. പാപിയായവനെ യേശു കൈക്കൊണ്ടു. പുരാതന കാലത്തിലെ ഏറ്റവും പ്രാകൃതവും ഏറ്റവും പൈശാചികവുമായിരുന്ന ഒരു രോഗമായിരുന്നു കുഷ്ഠമെന്ന രോഗം. പ്രത്യേകിച്ച് യഹൂദന്റെ ഇടയിൽ ഒരുവൻ കുഷ്ഠരോഗം പിടിച്ചാൽ അവനെ സമൂഹത്തിൽ അംഗീകരിക്കത്തില്ല. അവനെ ആട്ടി ഓടിക്കും. ചില പ്രത്യേക ഇടങ്ങൾ മാറ്റിവെച്ചിരുന്നു. ഞങ്ങളുടെ സ്ഥലത്തിന് സമീപമായി കായംകുളത്തിനടുത്ത് നൂറനാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ നൂറനാട് കുഷ്ഠരോഗാശുപത്രിയുണ്ട്. ആ കുഷ്ഠരോഗാശുപത്രിയിൽ നിന്ന് ചാടിപ്പോകുന്നവരാരെങ്കിലും മാത്രമേ അതിന് ആ മതിൽക്കെട്ടിന് വെളിയിൽ വരത്തുള്ളൂ. ഇന്നും ആ കുഷ്ഠരോഗാശുപത്രിയുടെ മതിൽ, കുഷ്ഠം ഇന്ന് നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പോലും ആ ആശുപത്രിയുടെ മതിൽക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്നത് കാണുവാൻ കഴിയും. ആകയാൽ കുഷ്ഠരോഗം ഒരു പടർച്ചാ രോഗമായിരുന്നതുകൊണ്ടും അത് മനുഷ്യൻ്റെ മേലുള്ള ദൈവശിക്ഷയായി ഗണിക്കപ്പെട്ടതുകൊണ്ടും അവനെ സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്തിരുന്നോ? ഭ്രഷ്ടാക്കി അകറ്റി നിർത്തിയിരുന്നോ. ഇവരെയൊക്കെ അവരുടെയൊക്കെ സാധാരണമായ ഗ്രാമങ്ങളിൽ നിന്ന് വിട്ട് വേറെ ഒരു വരണ്ട സ്ഥലത്തേക്ക് കൊണ്ട് കളയും. ഒരിക്കൽ യേശു കർത്താവ് പട്ടണത്തിൽ ഇരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ ദൂരവേ നിന്നിട്ട് അവൻ യേശുവിൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണിട്ട് എന്ന് പറഞ്ഞു, കർത്താവേ, അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു ഈ മനുഷ്യനെ കണ്ടിട്ട്, ഒരു കുഷ്ഠരോഗിയെ കണ്ടാൽ ഒരു യഹൂദൻ വഴിമാറിപ്പോകും. ഈ കുഷ്ഠരോഗി അശുദ്ധൻ എന്ന് വിളിച്ച് യേശു ആ യഹൂദൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോകണം. പക്ഷേ ഈ കുഷ്ഠരോഗി ദൂരവേ നിന്ന് കവിണ്ണു വീണിട്ട് യേശുവിനോട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്കാമോ? അവൻ ഒരിക്കലും യേശുവിൻ്റെ അടുത്തല്ല, യേശുവിൻ്റെ ദൂരവേ വന്നു നിന്ന് കമന്ന് കിടന്ന്, നോക്കാതെ വണ്ണം കമന്ന് കിടന്ന് വിളിക്കുകയാണ്, നിനക്കെന്നെ ഒന്ന് ശുദ്ധമാക്കാമോ? യേശു ഇരുന്ന ഇടത്തു നിന്ന് എഴുന്നേറ്റു. യേശു പയ്യെ അവൻ്റെ അടുക്കലേക്ക് നടന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. കാരണം അവന് ഒരു മനുഷ്യൻ്റെ മുമ്പാകെ നേരെ നിൽക്കാനുള്ള അധികാരമില്ല. ആകയാൽ അവൻ കവിണ്ണു വീണു. കമന്ന് കിടന്നിട്ട് ചോദിക്കുക, നിനക്കെന്നെ ഒന്ന് സൗഖ്യമാക്കാമോ? യേശു അത് കേട്ടിട്ട് സൗഖ്യം തരാമെന്നല്ല പറഞ്ഞത്. 13-ാം വാക്യത്തിൽ യേശു എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്ന് കൈനീട്ടി എന്ത് ചെയ്തോ? അവനെ തൊട്ടു. അന്നുവരെ യഹൂദ ചരിത്രത്തിൽ ഒരു കുഷ്ഠരോഗിയെ ഒരുത്തനും തൊട്ടിട്ടില്ല. അവനെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കത്തേ ഉള്ളൂ. കുഷ്ഠരോഗിയെ തൊടുക പോട്ട്. കുഷ്ഠരോഗി ഇരുന്ന ഒരിടത്തൊരു മനുഷ്യൻ ഇരിക്കത്തില്ല. കുഷ്ഠരോഗി തൊട്ട ഒരു സാധനത്തെ തൊടത്തില്ല. കുഷ്ഠരോഗി പാർത്ത വീട്ടിലൊരുത്തൻ പാർക്കത്തില്ല. കുഷ്ഠരോഗി കിടന്ന കിടക്കയിൽ വേറൊരുത്തൻ ഇരിക്കത്തുപോലുമില്ല.
ഇങ്ങനെ കുഷ്ഠരോഗിയെ ഭ്രഷ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച, സമൂഹം അന്തസ്സില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു കളഞ്ഞ അവനെ പോയി യേശു തൊടുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മനുഷ്യൻ തൊടാൻ അറയ്ക്കുന്നവനെ തൊടാൻ കെൽപ്പുള്ള ഒരുത്തൻ, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് കവിണ്ണു വീണ കുഷ്ഠരോഗിയെ മാത്രമല്ല, ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് കവിണ്ണു വീണ് ഇത് ചെയ്തതിന് ശേഷം യേശുവിന് ഈ കുഷ്ഠരോഗികളെക്കുറിച്ചൊരു വലിയ ഭാരമുണ്ടായി. യേശു നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് പിന്നെ യേശു യെരൂശലേമിലേക്ക് പോവുകയാണ്. യെരൂശലേമിലേക്ക് പോകുവാൻ സാധാരണമായ വഴിയുണ്ട്. എന്നാൽ യേശു ആ വഴി വിട്ടിട്ട് ഗലീല, ശമരിയ എന്ന് പറയുന്ന പ്രധാനമായ 2 പ്രവിശ്യകളുടെ നടുവിൽ കൂടെ യേശു കടന്നു പോവുകയാണ്. ഈ ഗലീല, ശമരിയ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ നടുവിലായി ഊഷര ഭൂമിയായി വിതയും കൊയ്ത്തുമില്ലാത്ത ചില വരണ്ട ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ, ആ പ്രദേശത്താണ്, അവിടെ വലിയ ബിസിനസ്സോ സിറ്റിയോ മാർക്കറ്റോ ഒന്നുമില്ല. ആ പ്രദേശത്താണ് കുഷ്ഠരോഗം വന്ന ഈ ഗതി കിട്ടാത്തവരെല്ലാം കൂടെ പോയി താമസിക്കുന്നത്. യേശു മനസ്സിൽ കൈക്കൊണ്ടോ നമുക്ക് അവിടേക്ക് കടന്നുപോയ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കണം. യേശു യെരൂശലേമിലേക്ക് പോകുന്ന വഴിയിൽ ഗലീലയ്ക്കും ശമര്യയ്ക്കും ഇടയിലുള്ള ആ ചെറിയ പട്ടണത്തിൽ, ഗ്രാമത്തിൽ കൂടെ യേശു കടന്നുപോയി. യേശു അതുവഴി കടന്നു വരുന്നത് കണ്ടിട്ട് ഇങ്ങനെ പല വീടുകളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന്, പല പട്ടണങ്ങളിൽ നിന്ന് തള്ളപ്പെട്ടവരായ 10 കുഷ്ഠരോഗികൾ അവർ യേശുവിനെ കണ്ട് ചാടി എഴുന്നേറ്റു. ഓടി യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, യേശുവേ, എന്നെ ഒന്ന് സൗഖ്യമാക്കാമോ എന്ന് ചോദിച്ചു. എന്നെ ഒന്ന് സൗഖ്യമാക്കാമോ എന്ന് ചോദിച്ചു. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവ് ആ വാക്ക് കേട്ടു. യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിക്കുക. അവർ പോകുന്ന വഴിയിൽ തന്നെ സൗഖ്യമായി. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ട്. ഈ 10 കുഷ്ഠരോഗികളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ 12-ാം വാക്യത്തിൽ അവർ യേശുവിനെ വിളിക്കുകയാണ്. യേശുവേ നായക എന്ന് വിളിക്കുകയാണ്. യേശുവേ നായക എന്ന്. ഈ കുഷ്ഠരോഗികളുടെ അന്തരാത്മാവിലൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് നായകനായി നിൽക്കാൻ, ഞങ്ങൾക്ക് ലീഡറായി നിൽക്കാൻ, ഞങ്ങൾക്ക് മാസ്റ്ററായി നിൽക്കാൻ യേശുവുണ്ട്. ഇന്ന് രാത്രി നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 10 കുഷ്ഠരോഗികളെ കിട്ടിയാൽ നമ്മുടെ കൂടെ നിർത്തി നമ്മൾ അവർക്ക് ലീഡറാകാമെന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? ഞാനൊരു പാസ്റ്ററാ, പക്ഷേ എൻ്റെ അടുക്കൽ 10 കുഷ്ഠരോഗികളുണ്ട്, അവരുടെ ചർച്ചിൽ പോയി ഒരു പാസ്റ്ററായി ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ ദൈവത്തെ ഭയപ്പെട്ട് ചിലപ്പോൾ ഞാൻ സമ്മതിച്ചേക്കും. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, കുഷ്ഠരോഗികളെ, ആരുമില്ലാത്തവരെ, നിങ്ങൾക്ക് നായകനില്ലയോ? ഞാൻ നിങ്ങൾക്ക് നായകനാകാം. യേശു അവരെ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് യേശു വന്നിട്ട് പറയുകയാണ്, come unto me, ഞാൻ നിന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം. ഇന്ന് ഭാരതം നവോത്ഥാനത്തിൻ്റെ ചവിട്ടുപടികളെ കയറുമ്പോൾ യേശു കർത്താവിൻ്റെ നാമം ക്രിസ്ത്യൻ മിഷനറിമാരുടെ അഹോരാത്ര അധ്വാനമാണ് ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് ഭ്രഷ്ടും ജാതീയ ഉച്ചനീചത്വങ്ങളോ അനാചാരങ്ങളും കരിമ്പടങ്ങളും മാറ്റിക്കളഞ്ഞതെന്ന് ഇന്ന് രാത്രി ഓർക്കുമ്പോൾ യേശു കർത്താവ് ഭ്രഷ്ടനാക്കപ്പെട്ട മനുഷ്യനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട മനുഷ്യൻ്റെ അടുക്കൽ യേശു പറയുകയാണ്, ഞാൻ നിന്നെ കൈക്കൊള്ളാം. യേശു നമ്മളെ കൈക്കൊള്ളുന്നവനാണ്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഈ യേശു ഒരു മനുഷ്യനെ കൈക്കൊള്ളുന്നവനാണ്. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ മനുഷ്യനെ യേശു കൈക്കൊള്ളും. എന്നാൽ നമ്മുടെ ഇടയിലൊക്കെ ഈ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിലൊക്കെ സാധാരണമായി പിണക്കങ്ങളുണ്ടാകും. എന്തിനാണ് പിണക്കമുണ്ടാകുന്നത് കുടുംബങ്ങളിൽ എന്നൊക്കെ എന്നറിയാമോ? സ്ത്രീധനം കുറഞ്ഞുപോയി, കൊടുത്തത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് എന്തു ചെയ്യും? പിണക്കമുണ്ടാകും. കല്യാണത്തിന് തന്നത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് പിണക്കമുണ്ടാകും. അപ്പൻ മകന് വീതം കൊടുത്തത് തികയാഞ്ഞതുകൊണ്ട് പിണക്കമുണ്ടാകും. അമ്മയുടെ ഓഹരി കുറഞ്ഞു പോയതുകൊണ്ട് പിണക്കമുണ്ടാകും. കൊടുക്കുന്നത് കുറഞ്ഞു പോകുന്നത് കൊണ്ട്. ചിലർക്കൊക്കെ കൊടുക്കുന്നത് കുറഞ്ഞു പോയാൽ എന്തു ചെയ്യുമെന്നറിയാമോ? ഞങ്ങൾക്കിനി അത് വേണ്ട എന്ന് പറയും. മൂത്ത മകന് 10 സെൻറ്റ് കൊടുത്ത് ഇളയവന് 2 സെൻറ്റേ കൊടുത്തുള്ളെങ്കിൽ പറയാം, ആ 2 സെൻറ്റും കൂടെ ചേട്ടനും കൊടുത്തേരെ, എനിക്ക് വേണ്ട. കൊടുക്കുന്നത് കുറഞ്ഞു പോകുമ്പോൾ മനുഷ്യൻ പിണങ്ങും. ആകയാൽ കുറവ് കൊടുക്കാനുള്ളവനെ ആരും ഗണ്യമാക്കത്തില്ല, ചെറുത് കൊടുക്കുന്നവനെ ആരും എന്ത് ചെയ്യത്തില്ല,
മൈൻഡ് ചെയ്യത്തില്ല, അവനെ ആർക്കും വേണ്ട. ഒരിക്കൽ യേശു കർത്താവ് ദൈവാലയത്തിലേക്ക് കടന്നുപോയി. ദൈവാലയത്തിലെ ഒരു വലിയ ഭണ്ഡാരമുണ്ട്. ആ ഭണ്ഡാരത്തിൻ്റെ പേര് തന്നെ ദൈവഭണ്ഡാരമെന്നാണ്, ശ്രീഭണ്ഡാരം. ആ ശ്രീഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ കാശ് കൊണ്ട് മറിക്കുകയാണ്. ചിലർ ചാക്കിനകത്ത് കൊണ്ടുവന്ന് നാണയം മറിക്കും, ചിലരിങ്ങനെ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് നാണയം മറിക്കും, ചിലരിങ്ങനെ പൊന്നും മാലയും ഒക്കെ ഇടും. ഇവരെയൊക്കെ അവിടെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുകയാണ്. പിന്നെ പാവങ്ങളുടെ നിന്നൊന്നും ആരും മൈൻഡ് ചെയ്യാറേയില്ല. എന്നാൽ യേശു ഈ ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ ഒരു ദരിദ്രയായ സ്ത്രീ, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു ദരിദ്രയായ സ്ത്രീ ഒരു പൈസയ്ക്ക് കണക്കായ 2 കാശ് എന്ന് പറഞ്ഞാൽ 2 അര പൈസയുടെ 2 തുട്ട് അവൾ കൊണ്ടുവന്ന് ഈ ഭണ്ഡാരത്തിലെ ഒരു ഓരത്ത് നിന്നത് ഇടുകയാണ്. ആരും ഗണിക്കാനില്ല. ഒരു 1000 കാശുണ്ടായിരുന്ന റെസീപ്റ്റ് എഴുതി കൊടുത്തേനെ. 2 കാശിന് റെസിപ്റ്റ്, 1 പൈസയ്ക്ക് റെസിപ്റ്റ് എഴുതാനുണ്ടോ? 1 പൈസയ്ക്ക് റെസിപ്റ്റ് പോലും എഴുതാനില്ല. ആകയാൽ അവൾ ഓഫീസിൽ പോയി റെസിപ്റ്റ് എഴുതിപ്പിക്കാതെ അവൾ സാവധാനതയിൽ പോയി അതവിടെ ഇട്ടിട്ട് അവൾ മിണ്ടാതെ ഇറങ്ങി നടക്കുകയാണ്. യേശു അരികത്ത് നിന്ന് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ശ്രീഭണ്ഡാരത്തിൽ ഇട്ടതിൽ ഇന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്ന, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി ഈ സ്ത്രീയാകുന്നുവെന്ന് പറഞ്ഞു. അപ്പുറത്ത് ചാക്കിനകത്ത് സ്വർണം കൊണ്ട് തട്ടുകയും ഇപ്പുറത്ത് ആഭരണങ്ങൾ കൊണ്ടിടുകയും ചെയ്യുന്ന ധനാഢ്യന്മാർ, അവരെ മനുഷ്യർ അംഗീകരിക്കുമ്പോൾ, അവരെ മനുഷ്യർ പുകഴ്ത്തുമ്പോൾ, ഇപ്പുറത്ത് ദരിദ്രയായ ഒരു സ്ത്രീയെ നോക്കിയിട്ട് യേശു പറയുകയാണ്, ഈ ദരിദ്രയായ സ്ത്രീയെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര, സമൂഹം സമ്പത്തുള്ളവനെ അംഗീകരിക്കുമ്പോൾ, സമൂഹം പണമുള്ളവനെ അംഗീകരിക്കുമ്പോൾ, സമൂഹം ആഭിജാത്യമുള്ളവനെ അംഗീകരിക്കുമ്പോൾ, സമൂഹം വിദ്യാഭ്യാസമുള്ളവനെ അംഗീകരിക്കുമ്പോൾ, എൻ്റെ ദൈവമോ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായി ഇതിനെ തെരഞ്ഞെടുത്തു. അവൻ കുലഹീനമായതും നികൃഷ്ടമായതും ബലഹീനമായതും തെരഞ്ഞെടുത്തു. യേശു തിരഞ്ഞെടുക്കുകയാണ്. ഇന്നു രാത്രി മനുഷ്യൻ യോഗ്യത നോക്കി തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം അയോഗ്യതകൾ നോക്കി തെരഞ്ഞെടുക്കും. ഞാൻ ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുമ്പേ കർത്താവിൻ്റെ ദാസി ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആവർത്തിച്ച് പാടിയൊരു ഈരടിയുണ്ട്. ഒരു യോഗ്യതയും പറയാനില്ല, ഒരു യോഗ്യതയും പറയാനില്ല, ഒരു യോഗ്യതയും പറയാനില്ല. എന്താണ് ക്രൈസ്തവരുടെ ഇടയിൽ ഇത്ര ആവേശത്തോടെ പറയാൻ കാരണം? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. യേശു കൈക്കൊള്ളും, യേശു കൈക്കൊള്ളും, യേശു കൈക്കൊള്ളും. സമ്പത്തില്ലാത്തവനെ, ദരിദ്രനെ, താഴ്ചയിലുള്ളവനെ, തകർച്ചയിലുള്ളവനെ യേശു കൈക്കൊള്ളും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവനെ, പണമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തിയോ? പൊരുളില്ലാത്തത് കൊണ്ട് മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തിയോ? വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് സ്നേഹിതർ നിന്നെ മാറ്റി നിർത്തിയോ? പേരും പെരുമയും ഇല്ലാത്തത് കൊണ്ട് കൂട്ടുകാരും കുലവും നിന്നെ മാറ്റി നിർത്തിയോ? ഇന്ന് രാത്രി നീ അധൈര്യപ്പെടരുത്. നിന്റെ സമ്പത്ത് നോക്കിയിട്ടല്ല, നിന്റെ സ്ഥാനമാനം നോക്കിയിട്ടല്ല, നിന്റെ പണവും പെരുമയും നോക്കിയിട്ടല്ല, പകരം കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ക്രിസ്തു നിങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കൈക്കൊണ്ടു. ക്രിസ്തു നിങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കൈക്കൊണ്ടു. ക്രിസ്തു നിങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കൈക്കൊണ്ടു. ഒരാശാരിയുടെ വീട്ടിൽ നിങ്ങളൊരു നല്ല കട്ടിൽ പണിതുകൊണ്ട് കൊടുത്താൽ ആശാരി അത് മേടിക്കുമോ? മേടിക്കത്തില്ല. അതേസമയം ഒരു തടി കൊണ്ട് ആശാരിയുടെ കയ്യിൽ കൊടുത്താൽ എന്ത് ചെയ്യും? ആശാരി അത് വാങ്ങും. ഒരു നല്ല മാല കൊണ്ടുവന്ന് നിങ്ങളൊരു തട്ടാൻ്റെ കയ്യിൽ കൊടുത്താൽ തട്ടാൻ നോക്കിയിട്ട് പറയും പഴയ സ്വർണ്ണമാണ്. അതേസമയം സ്വർണത്തിൻ്റെ ഒരു ഉരുപ്പടി കൊണ്ട് കൊടുത്താൽ തട്ടാൻ അത് പൊന്നും വിലയ്ക്ക് വാങ്ങുമെന്നേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യലെ, ഇതാ ദൈവം. വളരെ പണിയും മികവും കഴിവും പ്രാപ്തിയൊക്കെയുള്ള മനുഷ്യനെ മനുഷ്യൻ ആദരിക്കുമ്പോൾ, ഒരു യോഗ്യതയും പറയാനില്ലാത്ത, ഒരു കഴിവും പറയാനില്ലാത്ത, പ്രശംസിക്കാനില്ലാത്ത ഒരു മനുഷ്യനോട് ദൈവം അവനെ തെരഞ്ഞെടുക്കും. ഇന്നു രാത്രി മനുഷ്യൻ യോഗ്യത നോക്കുമ്പോൾ ദൈവമോ അയോഗ്യതകളെ നോക്കുന്നു. ഇന്ന് രാത്രി നീ പറ,
എൻ്റെ അയോഗ്യതകളാണ് എൻ്റെ യോഗ്യത, എൻ്റെ വിരൂപതയാണ് എൻ്റെ സൗന്ദര്യ, എൻ്റെ കുലഹീനതയാണ് എൻ്റെ ശ്രേഷ്ഠത, എൻ്റെ തകർച്ചയാണ് എൻ്റെ ഉയർച്ച. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇത് കൃപയതാ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. സ്വന്തം ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി ഒന്ന് ചോദിച്ചേ, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. മനുഷ്യൻ സൗന്ദര്യം നോക്കി സ്നേഹിക്കുമ്പോൾ ദൈവം വിരൂപത നോക്കി സ്നേഹിക്കും. മനുഷ്യൻ ശ്രേഷ്ഠത നോക്കി സ്നേഹിക്കുമ്പോൾ ദൈവം കുലഹീനത നോക്കി സ്നേഹിക്കും. മനുഷ്യൻ വിജയികളെ സ്നേഹിക്കുമ്പോൾ ദൈവം പരാജിതരെ സ്നേഹിക്കുന്നു. മനുഷ്യൻ സമ്പന്നരെ സ്നേഹിക്കുമ്പോൾ ദൈവം ദരിദ്രനെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയും, യേശു എന്നെ സ്നേഹിക്കുന്നു. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. നിന്റെ അയോഗ്യതകളെ നോക്കി പറ, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. നാല് യേശു കൈക്കൊള്ളുന്ന 4 കൂട്ടരെ പറഞ്ഞു. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുമ്പോൾ 2 ഭാഗങ്ങളെ കൂടെ പറയുകയാണ്. 5-ാമത് യേശു ആരെ കൈക്കൊള്ളും? യേശുവും ശിഷ്യന്മാരും ഒരിക്കൽ യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ പിറവിയിലെ കുരുടനാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ ഈ 2 കണ്ണിൻ്റെയും സ്ഥാനത്ത് ഒന്നുമില്ല. അവൻ പിറവിയിലെ കുരുടനാണ്. ആ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടിട്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചോദിച്ചു, റബ്ബി, ഇവൻ കുരുടനായി പിറന്നത് ഇവൻ്റെ പാപമാണോ ഇവൻ്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ എന്ന്. ഒരുത്തൻ്റെ പാപം കൊണ്ടെങ്ങനെ അവൻ ജന്മനാ പാപിയായി ജനിക്കുന്നത്? ഇത് 2 സ്കൂൾ ഓഫ് തോട്ട്സ്, 2 പാരമ്പര്യ ചിന്താഗതികളാണ്. ഒരു കൂട്ടർ പറയുകയാണ്, അപ്പൻ്റെ അമ്മയുടെയും പാപം കൊണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാം? അന്ധനായി ജീവിക്കാം. അത് യഹൂദ പാരമ്പര്യമാണ്. എന്നാൽ യമന പാരമ്പര്യത്തിൽ, പേർഷ്യൻ പാരമ്പര്യത്തിൽ, അല്ലെങ്കിൽ മറ്റ് ജാതീയ പാരമ്പര്യങ്ങളിലുള്ള ചിന്താഗതി മുജ്ജന്മ സുഹൃതവും മുജ്ജന്മ പാപവും എന്ന് പറയുന്നതുണ്ട്. അപ്പൊ ഇവൻ ജന്മനാ കുരുടനായി ജനിച്ചെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഇവൻ കണ്ണുകൊണ്ട് വളരെ ദോഷം ചെയ്തു. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ എന്ത് സംഭവിച്ചത്? ഇവൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുക, ഒന്നുകിൽ ഇവൻ ഇവന് അന്ധനായി തീർന്നത് പാരമ്പര്യ ശാപമായിരിക്കാം, അല്ലെങ്കിൽ മുജ്ജന്മ പാപമായിരിക്കാം. ഏതായിരുന്നാലും എന്താണ്? ഇവൻ ശാപമാണ്. ഇവൻ ഒരു കുടുംബത്തിൽ അന്ധനായ കുഞ്ഞ് ജനിച്ചത് കണ്ടിട്ട് അവനെ കണ്ടവരെല്ലാം പറഞ്ഞു, ഇത് ശാപമാണ്, ഇത് ശാപമാണ്.
കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചോദിച്ചു, സാറേ അത് ഏത് ശാപമാണ്? മുജ്ജന്മ ശാപമാണോ പാരമ്പര്യ ശാപമാണോ എന്ന് ചോദിച്ചു. യേശു കർത്താവ് പെട്ടെന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഇത് മുജ്ജന്മ ശാപവുമല്ല, ഇത് പാരമ്പര്യ ശാപവുമല്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിനാകുന്നു. യേശു പോയ പോക്കിൽ അവിടെ നിന്നു. യേശു നിലത്തേക്ക് കുനിഞ്ഞു. യേശു ചേറെടുത്ത് പൊടിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് പൊടിയെടുത്ത് ചേറുണ്ടാക്കി അവൻ്റെ ശൂന്യമായ കണ്ടടങ്ങളിലേക്ക് ഉരുട്ടി 2 ഭാഗങ്ങളിൽ വെച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് യേശു അവനോട് പറഞ്ഞു, ഇന്നലകളിൽ വരെ നീ ശാപമാണെന്ന് പറഞ്ഞു മനുഷ്യൻ തള്ളിയില്ലേ, പക്ഷേ ഞാൻ നിന്നെ കൈക്കൊള്ളുകയാ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടാൻ, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം നിന്നെ കൈക്കൊള്ളുകയാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ശപിക്കപ്പെട്ട കുടുംബങ്ങളെന്ന് വിളിച്ചു പറയുന്ന ഏതോ പാരമ്പര്യ ശാപമുണ്ട്, ഏതോ മുജ്ജന്മ ശാപമുണ്ട്. ലോകം നിന്റെ നേരെ ശാപത്തിന്റെ കണക്ക് പറയുമ്പോൾ യേശു നിന്നെ സ്വീകരിക്കുകയാണ്. മനുഷ്യൻ ശാപത്തിന്റെ കണക്ക് പറയുമ്പോൾ യേശു നിന്നെ സ്വീകരിക്കുന്നു. യേശു പറയുക, ഇനിയും ശാപത്തിന്റെ കണക്ക് പറയത്തില്ല, പകരം ഞാൻ ആ ശാപങ്ങളെ അഴിക്കാൻ പോവുകയാ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവർ, ദൂരത്തോ ചാരത്തോ ഞങ്ങളെ ശ്രമിക്കുന്നവർ ആരുമാകട്ടെ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കി പാരമ്പര്യ ശാപമെന്നോ, കുടുംബ ശാപമെന്നോ, പിതാക്കന്മാരുടെ ശാപമെന്നോ, മുജ്ജന്മ ശാപമെന്നോ, ഏത് ജ്യോതിഷികളോ ശാസ്ത്രങ്ങളോ നിനക്കെതിരെ വിധി എഴുതി, ഏത് ചൊവ്വാദോഷം നിന്റെ മേളിൽ കിടപ്പുണ്ടെന്നോ, ഏത് ശനിദശ നിന്റെ മേൽ കിടപ്പുണ്ടെന്നോ, ഏത് രാഹു നിനക്ക് വിരോധമായി നിൽക്കുന്നെന്നോ, ഏത് ഗ്രഹങ്ങൾ നിനക്ക് പിഴച്ചു നിൽക്കുന്നുവെന്നോ ലോകം നിനക്ക് നേരെ വിധി എഴുതുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിന്നോട് പ്രസംഗിക്കുന്നു, നിന്റെ ശാപങ്ങൾ യേശു മാറ്റുകയോ. ഇന്ന് രാത്രി ദൈവം ഇതിനകത്ത് മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞവരെ യേശു കൈക്കൊള്ളുകയാണ്. ലോകം ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞവരെ യേശു ഇതിനകത്ത് കൈക്കൊള്ളുകയാണ്. ഇനിമേൽ നീ ശപിക്കപ്പെട്ടവനല്ല, നിങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഈ കുന്നത്തുകാല് പട്ടണമേ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇനി ശാപം വാഴുകയില്ല. യേശുവിന് നിങ്ങളുടെ വാതിലുകളെ തുറക്ക്, യേശുവിന് നിങ്ങളുടെ ജീവിതങ്ങളെ തുറക്ക്. ഏത് പാരമ്പര്യ ശാപമെങ്കിലോ, ഏത് ദേശ ശാപമെങ്കിലോ, എൻ്റെ യേശുവിന് ആ ശാപങ്ങളെ മാറ്റുവാൻ കഴിയും. ഈ രാത്രി ഇതിനകത്ത് ശാപത്തിന്റെ കെട്ടുകൾ അഴിയും. കാരണം ശപിക്കപ്പെട്ടവരെ യേശു കൈക്കൊള്ളുകയാണ്. മാനുഷിക ശാപവാക്കുകൾ, കുടുംബത്തിന്റെ ശാപവാക്കുകൾ, കുഞ്ഞുനാളിൽ അധ്യാപകർ ശപിച്ച ശാപവാക്കുകൾ, മന്ത്രവാദികൾ ശപിച്ചു കെട്ടിയത്, ആഭിചാരകന്മാർ ശപിച്ചു കെട്ടിയത്, പൗരോഹിത്യം ശപിച്ചു കെട്ടിയത്, ആര് ശപിച്ചു കെട്ടിയതുമാകട്ടെ, ഇന്ന് രാത്രി യേശു കൈക്കൊള്ളുകയാണ്. ശാപത്തിന്റെ മുഖങ്ങൾ ഇതിനകത്ത് അഴിഞ്ഞു പോകട്ടെ. I proclaim in Jesus' name, no more curses. എല്ലാ ശാപത്തിന്റെ മുഖങ്ങളും ഇതിനകത്ത് ഉടഞ്ഞു മാറട്ടെ. ഇത് ദൈവശക്തി റിലീസ് ആകുന്നു. No more curses. ഒരു ശാപവും ഇനി ഉണ്ടാകയില്ല. മനുഷ്യന്റെ ശാപവാക്കുകളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ഈ കൺവെൻഷന്റെ 2ാം രാത്രിയിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ഉറപ്പിനകത്ത് ചില ശാപത്തിന്റെ കെട്ടുകളെ ദൈവം അഴിക്കുകയാ. ചൊല്ലിക്കെട്ടിയ മന്ത്രവാദ ശാപങ്ങൾ, എഴുതി തീർത്ത ആഭിചാര ശാപങ്ങൾ ഇന്നു രാത്രി സ്വർഗീയ രാജ്യത്തിന്റെ അധികാരത്തിൽ, ദൈവത്തിന്റെ അഭിഷേകത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിന്റെ മേൽ വീണ ശാപം അഴിയട്ടെ. സാമ്പത്തികത്തിന്റെ മേൽ വീണ ശാപം അഴിയട്ടെ. സഭകളുടെ മേൽ വീണ ശാപം അഴിയട്ടെ. ശുശ്രൂഷയുടെ മേൽ വീണ ശാപം അഴിയട്ടെ. ഹോളി സ്പിരിറ്റ്,
മക്കൾ ജനിക്കത്തില്ലെന്ന് പറഞ്ഞു കെട്ടിയ ശാപം അഴിയട്ടെ. കുടുംബങ്ങൾക്കകത്ത് മക്കൾ ജനിക്കത്തില്ലെന്ന്, നിനക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ശാപങ്ങൾ അഴിയട്ടെ. സാമ്പത്തിക മേഖലയെ കെട്ടിയ ശാപങ്ങൾ ഇതിനകത്ത് അഴിയട്ടെ. വിദ്യാഭ്യാസത്തിന്റെ അടുത്ത തലത്തിൽ നീ കയറത്തില്ലെന്ന് പറഞ്ഞ ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. In Jesus' name. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് ശാപത്തിന്റെ മുഖങ്ങളെ ഒടിച്ചു കളയുന്നു. ശാപത്തിന്റെ കയറുകളെ ഞാൻ അഴിച്ചു മാറ്റുന്നു. ശാപങ്ങളെ യേശു തൊടുന്നു. ശാപങ്ങളെ യേശു തൊടുന്നു. ശാപിക്കപ്പെട്ട കുടുംബങ്ങളെ യേശു തൊടുന്നു. ഇന്ന് രാത്രി ഒരുപക്ഷെ ഹോളിൽ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ലായിരിക്കാം. നിങ്ങളായിരിക്കുന്ന വീടുകളിൽ ഇരുന്ന് യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ച് ഈ രാത്രി ആ ഒരൊറ്റ വിളി, ആ ഒരൊറ്റ ശബ്ദം നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങളെ അഴിച്ചു മാറ്റുകയോ. I command in Jesus' name, be free from every manner of curses. നീ നന്നാവത്തില്ലെന്ന് പറഞ്ഞ ശാപവാക്കുകൾ നീ നന്നാകാതിരിക്കാൻ തക്കവണ്ണ ഏത് ശകുനിയെ കൊണ്ട് കെട്ടിവെച്ച ആഭിചാര മന്ത്രവാദ പൈശാചിക ശക്തികളെങ്കിലോ ഈ രാത്രി ശാപങ്ങൾ വിട്ടുപോകുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇതിനകത്ത് കത്തുന്നു. അഭിഷേകത്തിന്റെ അധികാരം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഒരു നിമിഷം ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ശുശ്രൂഷയുടെ കൾമിനേഷനിലേക്ക് കയറുകയാണ്. ഒരു ഭാഗം കൂടെ യേശു കൈക്കൊള്ളുക, യേശു റിസീവ് ചെയ്യുക, യേശു ഏറ്റെടുക്കുക. ഞാനതിൻ്റെ രണ്ട് ഭാഗങ്ങളെ പറയാം. യേശു രൂപാന്തര മലയിൽ നിന്ന് ഇറങ്ങി വരിക. ഒരപ്പൻ അവിടെ വന്നു. തൻ്റെ മകനൊരു രോഗമുണ്ട്. ആ രോഗവും കൊണ്ട് താൻ അറിയപ്പെടുന്ന എല്ലാ പള്ളികളിലും, അറിയപ്പെടുന്ന എല്ലാ നേർച്ച സ്ഥലങ്ങളിലും, അറിയപ്പെടുന്ന എല്ലാ പുണ്യാള സ്ഥലങ്ങളിലും പോയി. പക്ഷെ ഒരാൾ ദൈവങ്ങൾക്കും ഒരു പൗരോഹിത്യത്തിനും അവനെ സുഖമാക്കാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലും വന്നു, അവർക്കും സുഖമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു അവനെ അടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ഹി അക്സെപ്റ്റഡ് ഹിം. ഒരു പള്ളിയിലും നേർച്ചയിട്ടിട്ടും വിടുതലില്ലാത്ത വിഷയത്തെ യേശു ഇനി കൊണ്ടുവരാൻ പറയുക. ഒരു തീർത്ഥാടനത്തിനും ഒരു നേർച്ച കാഴ്ചയ്ക്കും രക്ഷിക്കാൻ കഴിയാത്ത വിഷയത്തെ യേശു പറയുക, ഇങ്ങ് കൊണ്ടുവരാൻ പറയുക. യേശു അവനെ അടുക്കൽ കൊണ്ടുവന്നു. ആ കുഞ്ഞിനെ കെട്ടിയിരുന്ന രോഗബന്ധനത്തെ അഴിച്ചു. പിശാച് അവനെ വിട്ടുപോയി. അവൻ എഴുന്നേറ്റ് നടന്നു. പിന്നീട് അവൻ്റെ രോഗം അവനിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. വൺ മോർ തിങ്, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ കടന്നു വന്നു. അവൾ 12 വർഷമായി ഒരു വല്ലാത്ത രക്തസ്രവം, ബ്ലീഡിങ് പേഷ്യൻ്റാണ്. ഈ 12 വർഷം കൊണ്ട് അവൾ പോകാവുന്ന എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ പോയി, എല്ലാ ഹോസ്പിറ്റലുകളിൽ പോയി, എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി, MRI, CT, എൻഡോസ്കോപ്പി ചെയ്യാവുന്ന സകലതും ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും അവൾക്ക് സൗഖ്യം വരുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇനിയും ഇങ്ങോട്ട് വരണ്ട. എല്ലാ ആശുപത്രികളും കൈവിട്ടു, എല്ലാ ഡോക്ടേഴ്സും കൈവിട്ടു. അവൾ യേശുവിൻ്റെ പുറകിൽ കൂടെ വന്നൊന്ന് തൊട്ടു. യേശുവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. കാരണം ഡോക്ടർമാർ കൈവിട്ടതിനെ, ശാസ്ത്രം കൈവിട്ടതിനെ യേശു സ്വീകരിച്ചു. മനുഷ്യൻ അസാധ്യമെന്ന് പറഞ്ഞ വിഷയങ്ങളെ യേശു കൈനീട്ടി മേടിച്ചു. ഇന്ന് രാത്രി യേശു നിങ്ങളെ കൈക്കൊള്ളുകയാണ്. യേശു നിങ്ങളെ കൈക്കൊള്ളുകയാണ്. മനുഷ്യൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെ നടത്തുവാൻ യേശു നിങ്ങളെ കൈക്കൊള്ളുകയാണ്. Tonight, ഇന്ന് രാത്രി യേശു കൈക്കൊള്ളുന്നു. വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നോട്ടെ.
ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെ ദൈവം കൈയേക്കാൻ പോവുകയാ. മനുഷ്യൻ ഉപേക്ഷിച്ചതിനെ ദൈവം കൈയേക്കാൻ പോവുകയാ. മനുഷ്യന് വേണ്ടാത്തതിനെ ദൈവം കൈയേക്കാൻ പോവുകയാ. മനുഷ്യൻ പ്രാഗി ശപിച്ച് കെട്ടിയതിനെ യേശു കൈയേക്കാൻ പോവുകയാ. എല്ലാവരും ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞ വിഷയത്തെ യേശു സ്വീകരിക്കാൻ പോവുകയാ. ഈ രാത്രി യേശു നിന്നെ തൊടുന്ന രാത്രിയാ. ഈ രാത്രി യേശു നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. ഈ രാത്രി നിന്റെ ചരിത്രം മാറുന്ന രാത്രിയാ. ഈ രാത്രി നിന്റെ സംഗതികൾ തിരുത്തി എഴുതുന്ന രാത്രിയാ. ഏത് അന്ധകാര ശക്തി, ഏത് ആഭിചാര വിളിച്ചു നേർച്ച, ഏത് മന്ത്രവാദ കൂടോത്ര ശക്തികൾ നിന്നെ ശപിച്ചു കെട്ടിയതാണെങ്കിലോ ഈ രാത്രി യേശു നിന്നെ തൊടുകയാ. ഈ രാത്രി നിന്റെ അടഞ്ഞ വഴികളും വാതിലുകളും തുറക്കുകയാ. അസാധ്യമെന്ന് നീ കരുതിയതൊക്കെ ഈ രാത്രി ദൈവം സാധ്യമാക്കുകയാ. അസാധ്യമെന്ന് നീ കരുതിയതൊക്കെയോ ഈ രാത്രി യേശു സാധ്യമാക്കുകയാ. ഓ മനുഷ്യൻ കൈയൊഴിഞ്ഞോ, ഇനി ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് മനുഷ്യൻ കൈയൊഴിഞ്ഞ വിഷയങ്ങളെ ഈ രാത്രി യേശു കൈയേൽക്കുകയാ. ഇതിനകത്തെ അന്തരീക്ഷങ്ങൾ മാറുന്നു. ഇതിനകത്തെ അന്തരീക്ഷങ്ങൾ മാറുന്നു. ഈ പട്ടണത്തിന്റെ മേൽ ഞാൻ ദൈവാധിപത്യത്തെ കൽപ്പിക്കുന്നു. ഈ ദേശത്തിന്റെ മേൽ ഞാൻ ഡിവൈൻ ഇൻഫ്ലുവൻസിനെ ചെലുത്തുന്നു. സ്വർഗരാജ്യത്തിന്റെ അധികാരത്തെ ഞാൻ ഈ ദേശത്തിന്റെ മേൽ സ്ഥാപിക്കുന്നു. ഓ ദൂതന്മാർ ഇതിനകത്തേക്ക് ഇറങ്ങുന്നു. ദൈവത്തിന്റെ ഒരു കാറ്റ് മിസ്രൈമിലേക്ക് ഒരു കിഴക്കൻ കാറ്റ് വന്നതുപോലെ, ചെങ്കടലിലേക്ക് ഒരു കിഴക്കൻ കാറ്റ് വന്നതുപോലെ ഇന്ന് രാത്രി ഒരു സ്വർഗീയ കാറ്റ്, ഒരു സ്വർഗീയ കാറ്റ് ഈ ദൈവസഭയ്ക്കകത്തേക്ക്, ഈ ദേശത്തിനകത്തേക്ക് റിലീസ് ആവുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അസാധാരണമായ വിടുതലുകളുടെ ഫലം. അസാധ്യമെന്ന് മനുഷ്യൻ പറഞ്ഞതിനെ നോക്കി ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, സാധ്യമേ, എല്ലാം സാധ്യമേ. എന്റെ യേശു എന്റെ കൂടെയുള്ളതാൽ മനുഷ്യൻ അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ വിഷയത്തിന്റെ മേൽ ദൈവിക സാധ്യത വെളിപ്പെടുന്നു. ഈ രാത്രി സ്വർഗം ചലിപ്പിക്കുകയാ ചിലതിനെ. 38 വർഷമായി എഴുതി തള്ളിയ വിഷയത്തിന്റെ യേശു ഏറ്റെടുക്കുക. 12 വർഷമായി സകലതും നഷ്ടപ്പെട്ട വിഷയത്തെ യേശു ഏറ്റെടുക്കുക. കുടുംബവും കുലവും തള്ളിയ വിഷയത്തെ ഈ രാത്രി യേശു ഏറ്റെടുക്കുകയാ. എല്ലാവരും കൈവിട്ട വിഷയത്തെ ഈ രാത്രി യേശു ഏറ്റെടുക്കുക. മനുഷ്യൻ അടച്ചു കളഞ്ഞ വിഷയത്തെ യേശു ഏറ്റെടുക്കുക. ഈ രാത്രി പിതാ ദൈവത്തിന്റെ മഹത്വത്തിനാൽ യേശു നിന്നെ കൈക്കൊള്ളുന്നു. ഈ രാത്രി ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെ, നിന്റെ വിഷയത്തെ ഏറ്റെടുക്കുന്നു. I command deliverance in Jesus' name.